ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ മൊഡ്യൂൾ 2-ലെ ഡയറി മിൽക്ക് പ്രൊഡക്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് കോവ, ടൈപ്സ് ഓഫ് കോവ, പിണ്ടി, ദാബ്, ദനേദർ, അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാമാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കോവ. യൂഷ്വലി ദർ ആർ 4 മെത്തേഡ്സ്. നമുക്ക് കോവ പ്രിപ്പയർ ചെയ്യാനായിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. So kova is prepared by different methods depending on the location and quantity of milk available for conversion. അതായത് ഓരോ ലൊക്കേഷൻ അനുസരിച്ചും പിന്നെ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്നതനുസരിച്ച് നമുക്ക് കോവയെ നമുക്ക് പല രീതിയിൽ പല മെത്തേഡ്സിൽ പ്രിപ്പയർ ചെയ്യാം. സോ കോവ ഇസ് മാനുഫാക്ചർഡ് ബൈ ദ ഫോളോയിങ് 4 ബേസിക് മെത്തേഡ്സ്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡ്, രണ്ട് ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡ്, മൂന്ന് മെക്കനൈസ്ഡ് മെത്തേഡ് ആൻഡ് നാല് മെംബ്രെയിൻ ടെക്നോളജി. അപ്പൊ ആദ്യത്തെ 3 മെത്തേഡ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. So coming to the traditional method, kava is prepared by milk. Usually നമ്മൾ kava പ്രിപ്പയർ ചെയ്യാൻ ബഫലോ മിൽക്ക് ആണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഹയർ yield, സ്മൂത്ത് ടെക്സ്ചർ, സോഫ്റ്റ് ബോഡി, സ്വീറ്റർ ടേസ്റ്റ്. നമുക്കറിയാം കൗ മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബഫലോ മിൽക്കിൽ എന്താണ് ഫാറ്റ് കണ്ടന്റും ടോട്ടൽ സോളിഡ്സ് ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹയർ yield, നല്ലൊരു yield കിട്ടും, നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും, സോഫ്റ്റ് ബോഡി ആയിരിക്കും, നല്ല സ്വീറ്റർ ടേസ്റ്റ് ആയിരിക്കും ബഫലോ മിൽക്ക് വെച്ചുണ്ടാക്കുന്ന കോവയ്ക്ക്. കമ്മിങ് ടു ദ കൗ മിൽക്ക്, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്, നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ ഇറ്റ് പ്രൊഡ്യൂസസ് പാസ്റ്റി ടെക്സ്ചർ, സ്ലൈറ്റ്ലി സോൾട്ടി ടേസ്റ്റ്. കാരണം പാസ്റ്റി ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിക്കി ടെക്സ്ചർ ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. കാരണം എന്തുകൊണ്ടാണ്, അതിൽ ഫാറ്റ് കണ്ടന്റ് ഒക്കെ വളരെ കുറവാണ്, ടോട്ടൽ സോളിഡ്സ് ഒക്കെ കുറവാണ് കമ്പയർഡ് ടു ബഫലോ മിൽക്ക്. ഓൾസോ സ്ലൈറ്റ്ലി സോൾട്ടി ടേസ്റ്റ് ആയിരിക്കും, കാരണം അവിടെ ഹയർ കൊളോറൈഡ് കണ്ടന്റ് ആയിരിക്കും കമ്പയർഡ് ടു ദി ബഫലോ മിൽക്ക്. ഇപ്പൊ യൂഷ്വലി ട്രഡീഷണൽ മെത്തേഡിലൊക്കെ നമ്മളൊരു 4 ലിറ്റർ ബഫലോ മിൽക്ക് ഒക്കെ എടുത്താൽ ഒരു 1 കിലോ കോവ കിട്ടും. കൗ മിൽക്ക് ഒരു 5 ലിറ്റർ എടുക്കണം, നമുക്ക് 1 കിലോ കോവ കിട്ടാൻ. ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ കോമ്പോസിഷനിലെ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, കമ്മിങ് ടു ദ പ്രിപ്പറേഷൻ സ്റ്റെപ്സ്. നമുക്കറിയാം എങ്ങനെയാണ് കോവ ട്രഡീഷണലി പ്രിപ്പയർ ചെയ്യുന്നത്. കരാഹി, കുണ്ടി അങ്ങനെ ഉള്ള യുട്ടൻസിൽസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് കരാഹി? ഒരു അയൺ പാൻ, വളരെ ഹെവി ബോട്ടംഡ് ആയിട്ടുള്ള, അതായത് എന്താണ് വൈഡ്, നല്ല മൗത്ത് ഒക്കെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു അയൺ പാനെയാണ് നമ്മൾ കരാഹി എന്ന് പറയുന്നത്. കുണ്ടിയോ, ഈ കരാഹിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അയൺ സ്ക്രാപ്പർ, അത് ഇളക്കാനും സ്റ്റിർ ചെയ്യാനും സ്ക്രാപ്പ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുണ്ടി. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ എന്താണ് ഫിൽറ്റർ ദ മിൽക്ക്, നമ്മൾ നല്ല പോലെ മിൽക്ക് ഫിൽറ്റർ ചെയ്യണം ടു റിമൂവ് ദ ഡേർട്സ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മിൽക്കിനെ പോർ ഇൻ ടു എ ഹെവി ബോട്ടം വൈഡ് മൗത്ത് ആൻഡ് അയൺ പാൻ കരാഹിയിലേക്ക് പോർ ചെയ്യുക. ദെൻ ബോയിൽ ഓവർ എ സ്ട്രോങ് സ്മോക്ക്ലെസ് ഫയർ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള, അതായത് സ്മോക്ക് വരാത്ത ടൈപ്പുള്ള ഫയർ, പക്ഷെ നല്ല തീയായിരിക്കണം. അതിൽ നമ്മൾ മിൽക്കിൽ എന്താണ് ബോയിൽ ചെയ്യണം. കണ്ടിന്യൂസ്ലി സ്റ്റിർ ആൻഡ് സ്ക്രാപ്പ് യൂസിങ് അയൺ സ്ക്രാപ്പർ കുണ്ടി, നമ്മൾ അയൺ സ്ക്രാപ്പർ ആയിട്ടുള്ള കുണ്ടി ഉപയോഗിച്ചിട്ട് അതിന് കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്യണം, സ്ക്രാപ്പ് ചെയ്യണം, അതായത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ അത് സൈഡിലൊന്നും പറ്റിപ്പിടിക്കാതെ നമ്മൾ എന്തെങ്കിലും സ്ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ്, സ്ക്രാപ്പിംഗ് റിമൂവ്സ് ദ മിൽക്ക് ഫിലിം ആൻഡ് പ്രിവെന്റ്സ് ബേണിംഗ്. അതായത് ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന മിൽക്ക് ഫിലിംസിനെ, അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മിൽക്കിനെയൊക്കെ സ്ക്രാപ്പിംഗ് വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ ബേണിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സിക്സ്ത് പോയിന്റ്, വാട്ടർ ഇവാപറേറ്റ്സ് കണ്ടിന്യൂസ്ലി മേക്കിംഗ് ദ മിൽക്ക് തിക്കർ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സ്റ്റിർ ചെയ്ത് സ്ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള വാട്ടർ ഓട്ടോമാറ്റിക്കലി ഇവാപറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മിൽക്കിന് തിക്കർ ആയിരിക്കും. അങ്ങനെ മിൽക്ക് തിക്കായി എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റഡ് ആകും. ഡ്യൂറിംഗ് കോൺസെൻട്രേഷൻ കൗ മിൽക്ക് പ്രോട്ടീൻസ് ഡീനേച്ചർ അറ്റ് 2.8 into കോൺസെൻട്രേഷൻ, ബഫലോ മിൽക്ക് പ്രോട്ടീൻസ് ഡീനേച്ചർ അറ്റ് 2.5 into കോൺസെൻട്രേഷൻ. നമുക്കറിയാം മിൽക്കിൽ എന്താണ് വാട്ടർ ഒക്കെ ഇവാപറേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവിടെ പ്രോട്ടീൻസ് ഒക്കെ ഡീനേച്ചർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൗ മിൽക്കില് എന്താണ്, നമ്മളിപ്പോ 1 ലിറ്റർ മിൽക്ക് എടുത്തു. 1 ലിറ്റർ മിൽക്ക് ഒരു ഏകദേശം ഒരു 2.8 കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 360 ml ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് അവിടുത്തെ പ്രോട്ടീൻസ് ഒക്കെ എന്താണ് ഡീനേച്ചർഡ് ആയി തുടങ്ങുന്നത്. കമ്മിങ് ടു ദ ബഫലോ മിൽക്ക് എടുക്കുമ്പോൾ എന്താണ് 2.5 കോൺസെൻട്രേഷനിലാണ് അത് പ്രോട്ടീൻ ഡീനേച്ചർഡ് ആകുന്നത്. അതായത് 1 ലിറ്റർ ബഫലോ മിൽക്ക് എടുത്താൽ ആ ബഫലോ മിൽക്ക് എല്ലാം കോൺസെൻട്രേറ്റ് ആയി ആ 1 ലിറ്ററിൽ നിന്ന് 400 ml ആയി ചുരുങ്ങുമ്പോഴാണ് എന്ത് ബഫലോ മിൽക്കിൽ പ്രോട്ടീൻ ഡീനേച്ചറേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, എയ്ത്ത് സ്റ്റെപ്പ്, അങ്ങനെ നമ്മളുടെ എന്താണ് വാട്ടർ ഒക്കെ ഇവാപറേറ്റ് ചെയ്ത് മിൽക്ക് വളരെ തിക്ക് ആകുമ്പോൾ നമ്മൾ ഹീറ്റ് റെഡ്യൂസ് ചെയ്യണം. എനിക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ ഇളക്കിയതിനേക്കാളും കൂടുതലായിട്ട് സ്റ്റിറിംഗും സ്ക്രാപ്പിംഗും വളരെ വേഗത്തിലാക്കണം. ഇൻക്രീസ് സ്റ്റിറിംഗ് ആൻഡ് സ്ക്രാപ്പിംഗ്. നയൻത് പോയിന്റ്, ദിസ് പ്രിവെന്റ്സ് ക്രോച്ചിങ് ആൻഡ് ഹെൽപ്സ് പ്രൊഡ്യൂസ് വൈറ്റ് ഓർ ക്രീം കളർഡ് കോവ. അപ്പൊ നമ്മളിങ്ങനെ ഹീറ്റ് റെഡ്യൂസ് ചെയ്ത് നല്ലപോലെ സ്റ്റിർ ചെയ്ത് സ്ക്രാപ്പ് ചെയ്താൽ സ്ക്രോച്ചിങ് ഒക്കെ പ്രിവെന്റ് ചെയ്ത് നമുക്ക് നല്ല വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളേർഡ് കോവയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
പിന്നെ നമ്മള് 10th പോയിന്റ്, when kova starts leaving the sides of the pan and collects at the bottom, remove the pan from the fire, mix well using the remaining heat to remove extra moisture. അതായത് നമ്മളുടെ നമ്മൾ എത്ര സ്ക്രാപ്പ് ചെയ്താലും സ്റ്റിർ ചെയ്താലും നമ്മുടെ സൈഡ്സിലൊക്കെ പാനിൽ എന്താണ് കോവ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളുടെ സൈഡിൽ നിന്നൊക്കെ ലീവ് ചെയ്ത് നമ്മൾ ബോട്ടത്തിലേക്ക് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ആ പാൻ, അതായത് നമ്മുടെ കരാഹി എന്ത് ചെയ്യണം, നമ്മളുടെ തീയിൽ നിന്ന് മാറ്റി വെക്കണം, റിമൂവ് ഫ്രം ദ ഫയർ. അത് നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ആ ഒരു ചൂടുള്ള കരാഹിയിൽ തന്നെ നമ്മൾ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിലുള്ള എക്സ്ട്രാ മോയ്സ്ചർ ഒക്കെ റിമൂവ് ചെയ്യണം. അങ്ങനെ ആ കരാഹിയിൽ നിന്ന് നമ്മൾ കോവയിന് ഒരു നോൺ കൊറോസീവ് ആയിട്ടുള്ള മെറ്റൽ മോൾഡ്, അതായത് നല്ലൊരു മെറ്റൽ മോൾഡിലേക്ക് എന്ത് ചെയ്യണം, അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ അതിനെ കൂൾ ചെയ്യാൻ വെക്കണം. ഇതാണ് നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കോവ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ട്രഡീഷണൽ മെത്തേഡിന്. എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഏകദേശം 1 ലിറ്റർ മിൽക്ക് ഇട്ടാൽ നമുക്ക് കോവ ഉണ്ടാക്കാൻ ഒരു 1.5 hours ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ തീ കൂട്ടം കുറയ്ക്കുക അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലേബർ ഇന്റൻസീവ് ആണ്, ഓഫ് കോഴ്സ് അല്ലെ, നമ്മൾ ഒരാളുടെ സമയമാണ് അവിടെ പോകുന്നത്. പിന്നെ ക്വാളിറ്റി വേരിയസ് ഫ്രം ബാച്ച് ടു ബാച്ച്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പൊ 1 ലിറ്റർ കോവ നമ്മൾ രാവിലെ ഉണ്ടാക്കിയാൽ ആ സെയിം ക്വാളിറ്റി തന്നെ ഉച്ചയ്ക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ പൂർ കീപ്പിംഗ് ഓഫ് ഷെൽഫ് ക്വാളിറ്റി. എന്തുകൊണ്ടാണ് ഷെൽഫ് ലൈഫ് വളരെ പൂറായത്? ബിക്കോസ് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും ഒക്കെ ഡാമിനേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ വേരി ചെയ്യും. എപ്പോഴും ഒരു ബാച്ച് ആയിട്ട് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഷെൽഫ് ലൈഫ് എന്താണ് പൂറായിരിക്കും. സ്യൂട്ടബിൾ ഓൺലി ഫോർ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ, അതായത് നമ്മള് വളരെ ചെറുത്, നമ്മൾ മീൻസ് ഓഫ് കോഴ്സ് നമുക്ക് ഒരു ദിവസമൊക്കെ മാക്സിമം ഒരാൾക്ക് എന്താണ് ഒരു 4 ലിറ്റർ ഓഫ് മിൽക്ക് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ, നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഗുലാബ് ജാമുനോ പേട ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കോവ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. മേ ഡെവലപ്പ് എ സ്മോക്കി ഫ്ലേവർ ഓർ സ്മെൽ ഇഫ് ഹീറ്റഡ് ഓവർ എ സ്മോക്കി ഫെറോ. നമ്മൾ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്താണ്, ഒരു സ്മോക്കി ഫ്ലേവർ അല്ലെങ്കിൽ സ്മെൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്, നമ്മൾ കോവ ട്രഡീഷണൽ മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം 3 വെറൈറ്റീസ് ഉണ്ട്, പിണ്ടി, ദാബ്, ദനീത്. അപ്പൊ ഏതൊക്കെ സ്റ്റേജിലാണ് പിണ്ടി കോവയ്ക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റേജിലാണ് ദാബിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റേജിലാണ് ദനീതന് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അപ്പൊ പിണ്ടിയുടെ കേസിൽ സ്റ്റേജ് ഓഫ് ഹീറ്റിംഗ് എന്നാണ്, ഹീറ്റിംഗ് ഇസ് കണ്ടിന്യൂഡ് ബിയോണ്ട് ദ റാബ്രി സ്റ്റേജ്. റാബ്രി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിൽക്ക് വളരെ തിക്കായി, മിൽക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റേജിനാണ് റാബ്രി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ തിക്കായിട്ട് വരുന്ന സ്റ്റേജിനേക്കാളും എക്സസ് ആയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ മിൽക്കിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹീറ്റ് ചെയ്താൽ എന്താണ്, നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ടെക്സ്ചർ ആയിട്ടുള്ള കോവയാണ് കിട്ടുന്നത്. സോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ ക്രഷ്ഡ് വിത്ത് എ വുഡൻ ലാഡിൽ ആൻഡ് ദ മാസ് ഇസ് വർക്ക് അണ്ടിൽ സ്മൂത്ത്. അതായത് നമുക്ക് ഒരുപാട് ഗ്രെയിൻസ് ഒക്കെ ഫോം ചെയ്യും റാബറി സ്റ്റേജിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വുഡൻ ലാഡിൽ അല്ലെങ്കിൽ കുണ്ടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അത് നല്ലപോലെ ക്രഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ സ്മൂത്ത് ടെക്സ്ചർ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു എന്താണ്, മോൾഡ് ഇൻ ടു ഹെമിസ്ഫെറിക്കൽ മോൾഡ് ആൻഡ് അലൗഡ് ടു കൂൾ. ഒരു മോൾഡിലേക്ക് വെക്കുക, കൂളിലേക്ക് നമുക്ക് എന്താണ് ഈ നമ്മളുടെ പേട അതുപോലത്തെ ഇത് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, നമ്മളുടെ ഇതിന്റെ സ്മൂത്ത് ടെക്സ്ചർ ആണ്, ഫേം ബോഡിയാണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോങ് മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കും അല്ലെ. റാബറി സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, മോയ്സ്ചർ കണ്ടന്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോൾഡഡ് ഷേപ്പിലേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ദാബിലെ സ്റ്റേജ് ഓഫ് ഹീറ്റിംഗ് എന്താണ്, ഹീറ്റിംഗ് ഈസ് സ്റ്റോപ്പ് അറ്റ് ദ റാബറി സ്റ്റേജ്. അതായത് ദാബ് നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള കോവയാണ് ദാബ്. അപ്പൊ ദാബിൽ നമ്മൾ റാബറി സ്റ്റേജിൽ എന്താണ്, അതിന്റെ ഹീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ നമ്മൾ ഒരുപാട് വർക്കിങ്ങോ സ്റ്റിറിങ്ങോ സ്ക്രാപ്പിങ്ങോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ വളരെ സോഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സോഫ്റ്റ് ഗ്രെയിൻസ്, ഹൈ മോയ്സ്ചർ കണ്ടന്റ്, സോഫ്റ്റ് കൺസിസ്റ്റൻസി. അതായത് ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള കോവയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം റാബറി സ്റ്റേജിലാണ് നമ്മൾ അതിന്റെ ഹീറ്റിംഗ് എന്താണ് കുറയ്ക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ധനേതർ. ധനേതർ ഈസ് ബോയിൽഡ് ആഫ്റ്റർ ഡെവലപ്പിംഗ് സ്ലൈറ്റ് അസിഡിറ്റി. അതായത് നമ്മൾ എന്തെങ്കിലും മിൽക്കിന് ബോയിൽ ചെയ്യാതെ തന്നെ നമ്മൾ ആദ്യം തന്നെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതായത് അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, അവിടെ മിൽക്കിന് ഒരു സ്ലൈറ്റ് അസിഡിറ്റി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത അസിഡിറ്റി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യണം, മിൽക്കിന് ബോയിൽ ചെയ്യേണ്ടത്. സോ സ്ലൈറ്റ്ലി അസിഡിക് മിൽക്ക് ഈസ് യൂസ്ഡ് ഓർ 0.05 to 0.1% ഓഫ് സിട്രിക് ആസിഡ് ഓർ സോർവേ ഈസ് ആഡഡ് ഡ്യൂറിംഗ് ബോയിലിംഗ് ടു ഒബ്റ്റെയിൻ എ ഗ്രാനുലർ ടെക്സ്ചർ. ഇപ്പൊ നമ്മൾ ധനീതം ഉണ്ടാക്കുമ്പോൾ സ്ലൈറ്റ്ലി എന്താണ് അസിഡിക് ആയിട്ടുള്ള മിൽക്കാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 0.05 to 0.01% സിട്രിക് ആസിഡ് ഇടുക, അല്ലെങ്കിൽ സോർവേ
പുളിയുള്ള ഒരു വേ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്രാനുലർ ടെക്സ്ചർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഈ സിട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ കൊയാഗുലേഷൻ ചെറുതായിട്ട് സംഭവിക്കും. അപ്പൊ ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്, ഗ്രാനുലർ ടെക്സ്ചർ, ഒരു ഗ്രാനുൾസ് ഉള്ള ടെക്സ്ചർ ആയിരിക്കും. കോഴ്സ് അപ്പിയറൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ, ഒരു കോഴ്സ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും. അതായത് യൂഷ്വലി നമ്മളെ പിണ്ടി ദാബിനേക്കാൾ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഫ്ലേവർ ആയിരിക്കും അതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രഡീഷണൽ മെത്തേഡിനെ പറ്റി പറഞ്ഞത്. നമുക്കറിയാം നിങ്ങൾ യൂഷ്വലായിട്ട് നമ്മുടെ ലാബിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ്. ഇനി കമ്മിങ് ടു ദ ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡ്. നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഡബിൾ ജാക്കറ്റഡ് സ്റ്റീം ഹീറ്റഡ് പാനാണ് നമ്മളിതിനെ പറയുക. അതായത് കെറ്റിൽ ഉണ്ടാകും, അതായത് ഒരു ഡബിൾ ജാക്കറ്റഡ് ആയിരിക്കും, ഒരു വാൾ പോലെ ആയിരിക്കും. ഒന്നിൽ സ്റ്റീം പോകും, അതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്തെങ്കിലും മിൽക്കിനെ വെക്കുന്നത് എന്നാണ്, മിൽക്കിനെ ഒഴിക്കുന്നത്. സോ ഈ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡബിൾ ജാക്കറ്റഡ് സ്റ്റീം ഹീറ്റഡ് പാൻ പ്രൊവൈഡ്സ് ബെറ്റർ ടെമ്പറേച്ചർ കൺട്രോൾ, എൻഷുർ സ്മോക്ക്ലെസ് ഹീറ്റിംഗ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ. സ്മോക്ക്ലെസ് ആയിട്ടുള്ള ഹീറ്റിംഗ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ എന്താണ് ഇതിൽ പറയണത്, യൂഷ്വലി നമ്മളുടെ മറ്റേ ട്രഡീഷണൽ മെത്തേഡ് പോലെ തന്നെ 5 ലിറ്റർ കൗ മിൽക്ക് നിന്നാണ് 1 കിലോ കോവ കിട്ടുന്നത്. 4 ലിറ്റർ ബഫലോ മിൽക്ക് എടുത്താലാണ് നമുക്ക് എന്താണ് 1 ലിറ്റർ കോവ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അതായത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അതായത് നമ്മൾ ആദ്യം മിൽക്കിനെ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. പിന്നെ അതിൽ എന്താണ് കരാഹി, നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ മിൽക്കിനെ കരാഹിയിലേക്ക് പോർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഇപ്പോൾ മിൽക്കിൻ ടു ദ സ്റ്റീം ഹീറ്റഡ് കെറ്റിൽ, സ്റ്റീം ഹീറ്റഡ് കെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മിൽക്കിനെ പോർ ചെയ്യുക, മിൽക്കിനെ ബോയിൽ ചെയ്യിപ്പിക്കുക. ബ്രിങ് ദ മിൽക്ക് ടു ബോയിൽ യൂസിങ് സ്റ്റീം പ്രഷർ ഓഫ് അബൌട്ട് 2 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതായത് നമ്മൾ 2 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷർ ഉപയോഗിച്ചിട്ട്, സ്റ്റീം പ്രഷർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മിൽക്കിനെ ബോയിൽ ചെയ്യിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റിറർ ഉണ്ടാക്കും. അത് വെച്ച് നമ്മൾ കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ എപ്പോഴും എന്തിനാണ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തിരിക്കുന്നത്, ഫ്രീക്വൻലി സ്ക്രാപ്പ് ദ ബോട്ടം ആൻഡ് സൈഡ്സ് ടു പ്രിവെന്റ് ബേണിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. When the milk reaches the rubbery stage, reduce the heating, increase stirring. നമ്മൾ ആ മറ്റേ കേസിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് ആ ഒരു മിൽക്ക് റാബറി സ്റ്റേജിലെത്തുമ്പോൾ ഹീറ്റ് കുറയ്ക്കുക, സ്റ്റിറിങ് നല്ലപോലെ ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി it helps prevent burning of milk solids, brown or discolored cocoa, burned flavor, hard body and coarse texture. അതായത് മിൽക്ക് സോളിഡ്സിന് ബേണിംഗ്, കരിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ പറ്റും. ബ്രൗൺ കളർ കോവ ഉണ്ടാകില്ല, ഒരു കരിഞ്ഞ ചോവ കിട്ടില്ല. ഹാർഡ് ബോഡി ഉണ്ടാക്കാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് കട്ടുള്ള ടെക്സ്ചർ, കോഴ്സ് ടെക്സ്ചർ ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ കണ്ടിന്യൂ ഹീറ്റിംഗ് until the കോവ leaves the sides of the kitchen and collects in a center as a single mass. അപ്പൊ നമ്മൾ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ സൈഡ്സ് നിന്നൊക്കെ ലീവ് ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ സൈഡിൽ നിന്നൊക്കെ ലീവ് ചെയ്ത് ബോട്ടത്തിൽ അതും തന്നെ വരുമ്പോൾ നമ്മൾ അതിന്റെ ഹീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോ ഒരു 5 ലിറ്റർ, ഈ ഒരു ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡിൽ സ്റ്റീം ജാക്കറ്റഡ് കെറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി നമുക്ക് എന്താണ്, 1 കിലോ കോവ, അതായത് ഇപ്പൊ കൗ മിൽക്ക് ആണെങ്കിൽ നമ്മൾ എടുക്കണം 5 ലിറ്റർ കൗ മിൽക്ക് ആണ് എടുക്കേണ്ടത്. ഈ 5 ലിറ്റർ കൗ മിൽക്ക് നമുക്ക് ഒരു കിലോ കോവ കിട്ടാൻ നമുക്ക് ഒരു 15 to 20 മിനിറ്റ്സിന്റെ ആവശ്യം മാത്രമേ ഈ സ്റ്റീം ജാക്കറ്റഡ് കെറ്റിൽ വരുന്നുള്ളൂ. ബിക്കോസ് വൈ, നമ്മളിവിടെ ഡയറക്റ്റ് ഫയർ അല്ല യൂസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് സ്റ്റീം പ്രഷർ ഓഫ് അബൌട്ട് 2 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ നമ്മൾ ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മെക്കനൈസ്ഡ് പ്രോസസ് ഫോർ കോവ പ്രൊഡക്ഷൻ. അതായത് ഒരു മെക്കനൈസ്ഡ് പ്രൊഡക്റ്റ്, അതായത് നമുക്ക് ലേബറിന്റെ ആവശ്യമില്ലാതെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് വഴി എങ്ങനെ കോവ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. 6 മെത്തേഡ്സ് എന്നുള്ളത് 6 നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് കണ്ടിന്യൂസ് കോവ മേക്കിംഗ് മെഷീൻ, അതായത് ആദ്യത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോവ മേക്കിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ റോളർ ഡ്രയർ, യൂസ് ഓഫ് സ്ക്രാപ്പ് സർഫസ് കോണിക്കൽ വാറ്റ്, കോൺവെർ കോൺവാപ് സിസ്റ്റം. ഫിഫ്ത് വൺ, തിൻ ഫിലിം സ്ക്രാപ്പ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ, TSSHE, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ്, ആറാമത്തത് ഇൻക്ലൈൻഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ISSHE ആണ് പറയുന്നത്. സോ ആദ്യത്തെ നമുക്ക് നോക്കാം, ഫസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോവ മേക്കിംഗ് മെഷീൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ ആദ്യത്തെ കണ്ടിന്യൂസ് കോവ മേക്കിംഗ് മെഷീൻ ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ പാർട്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനൊരു പ്രീ ഹീറ്റിംഗ് സിലിണ്ടർ ഉണ്ടായിരിക്കും. പിന്നെ 2 കാസ്കാഡിംഗ് സ്റ്റീം ജാക്കറ്റഡ് പാൻസ്, അതായത് ഫസ്റ്റ് കാസ്കാഡിംഗ് പാനും സെക്കൻഡ് കാസ്കാഡിംഗ് പാനും. പിന്നെ അതിനുള്ള റോട്ടറി സ്ക്രാപ്പർ, റെസിപ്രോക്കേറ്റിംഗ് സ്ക്രാപ്പർ നൈറ്റ്സ് ഒക്കെ ഉണ്ടാകും. ഈ സ്ക്രാപ്പർ എന്തിനാണ്, ബേണിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, നല്ലപോലെ സ്റ്റിർ ചെയ്യാനും സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ റോട്ടറി സ്ക്രാപ്പറും റെസിപ്രോക്കേറ്റിംഗ് സ്ക്രാപ്പർ നൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഫോട്ടോ കാണാം.
കുറച്ചും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇതൊരു എന്താണ് ആദ്യത്തെ പ്രീ ഹീറ്റർ സെക്ഷൻ ആണ്. ഇതിൽ റോട്ടറി സ്ക്രാപ്പ് ഉണ്ടാകും, പിന്നെ മിൽക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ആകും, പിന്നെ ഫസ്റ്റ് എന്താണ് കാസ്കാഡിംഗ് പാൻ ആണ്, അതായത് നമ്മൾ ഓപ്പൺ സ്റ്റീം ജാക്കറ്റഡ് പാൻ എന്ന് പറയും. പിന്നെ അവിടെ എന്താണ് റെസിപ്രോക്കേറ്റഡ് സ്ക്രാപ്പേഴ്സ് ആണ് ഈ കാസ്കാഡിംഗ് പാൻസിൽ വരുന്നത്. റോട്ടറി സ്ക്രാപ്പർ പ്രീ ഹീറ്റിംഗ് സെക്ഷനിൽ വരും. പിന്നെ മിൽക്കിന്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് സെക്കൻഡ് ഓപ്പൺ ആയിട്ടുള്ള കാസ്കാഡിംഗ് പാൻ ഉണ്ടാകും. അതിൽ നിന്നാണ് നമുക്ക് എന്താണ് കോവ കിട്ടുന്നത്. നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. മിൽക്ക് enters the preheating cylinder. മിൽക്ക് ആദ്യം നമ്മളുടെ പ്രീഹീറ്റിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഹീറ്റഡ് യൂസിങ് സ്റ്റീം പ്രഷർ ഓഫ് 3 kg/cm². അതായത് സ്റ്റീം പ്രഷർ ഇവിടെ 3 kg/cm² ആയിരിക്കും. അവിടെ നമ്മുടെ റോട്ടറി സ്ക്രാപ്പർ ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് 120 RPM-ലായിരിക്കും. ഇവിടെ മിൽക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് 30 to 35% ഓഫ് ടോട്ടൽ സോളിഡിലേക്കാണ്. ഇവിടെ എടുക്കുന്ന ടൈം ഒരു 10 to 12 മിനിറ്റ്സിലാണ് അവിടെ മിൽക്ക് പ്രീഹീറ്റ് ചെയ്ത് ഒരു 30 to 35% ടോട്ടൽ സോളിഡിലേക്ക് കോൺസെൻട്രേറ്റ് ആകുന്നത്. അങ്ങനെ മിൽക്ക് ഈ കോൺസെൻട്രേറ്റ് ചെയ്ത മിൽക്ക് നമ്മൾ എന്താണ് ഫസ്റ്റ് കാസ്കാഡിംഗ് പാനിൽ പോകും. ഓർക്കുക, അവിടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് സ്ക്രാപ്പർ ആണ്. അവിടെ മിൽക്ക് ഫർദർ കോൺസെൻട്രേറ്റ് ചെയ്യും ഒരു 50 to 55% ഓഫ് ടോട്ടൽ സോഡിലേക്ക്. അങ്ങനെ എന്താണ് അവിടുത്തെ സ്റ്റീം പ്രഷർ 2 kg കുറയും. 3 to 2 kg/cm² ആകും. ടൈം അവിടെ 10 to 12 ആണെങ്കിൽ ഫസ്റ്റ് കാസ്കാഡിംഗ് പാനിലെത്തുമ്പോൾ ഒരു 7 to 8 മിനിറ്റ് ആണ് എടുക്കുന്നത്, കുറയും. പിന്നെ സെക്കൻഡ് കാസ്കാഡിംഗ് പാനിലെത്തുമ്പോൾ അവിടെ എന്താണ് 65 to 70% കോവ കോൺസെൻട്രേറ്റ് ആകുന്നത്. സ്റ്റീം പ്രഷർ 2 kg/cm² ആയിരിക്കും, കുറഞ്ഞു. പിന്നെ ടൈം മറ്റേതിനേക്കായി കുറവായിരിക്കും, 6 to 7 മിനിറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതൊക്കെ കാണാം. ഫസ്റ്റ് കാസ്കാഡിംഗ് പാൻ ഇവിടെയുണ്ട്, സെക്കൻഡ് കാസ്കാഡിംഗ് പാൻ ഇവിടെയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീ ഹീറ്റർ, ഇതാണ് ഫസ്റ്റ് കാസ്കാഡിംഗ് പാൻ, ഇതാണ് സെക്കൻഡ് കാസ്കാഡിംഗ് പാൻ. ഇവിടെ നമുക്കറിയാം റോട്ടറി സ്ക്രാപ്പർ ആണുള്ളത്, ഇവിടെ റെസിപ്രോക്കേറ്റ് സ്ക്രാപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഒരു നമ്മളുടെ ഫസ്റ്റ് കണ്ടിന്യൂസ് പവർ മേക്കിംഗ് മെഷീന് എത്ര സ്റ്റീം വേണം? 50 kg/h ആണ് വേണ്ടത്. ഇലക്ട്രിക് പവർ 4 kW/h ആയിരിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കും, ട്രഡീഷണൽ മെത്തേഡിനേക്കാളും ഫാസ്റ്റർ ആയിരിക്കും, നല്ല യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക, ലേബർ വളരെ കുറവ് മതി, നമുക്ക് ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഒക്കെ എന്ന് യൂസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദി ഇംപ്രൂവ്ഡ് ഫസ്റ്റ് കണ്ടിന്യൂസ് കവർ മേക്കിംഗ് മെഷീൻ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് റോളർ ഡ്രയർ. നമുക്കറിയാം മിൽക്ക് പൗഡർ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ റോളർ ഡ്രയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെയാണ് നമ്മളിവിടെ റോളർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോവ ഈസ് പ്രിപ്പയർഡ് യൂസിങ് എ റോളർ ഡ്രം ഡ്രയർ. ഡ്രം ഡ്രയർ ഉപയോഗിച്ചിട്ടാണ് കോവ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കണ്ട 3 മെത്തേഡിലും മിൽക്ക് നമ്മൾ തന്നെ ബോയിൽ ചെയ്യും, അതായത് ആ ഒരു എക്യുപ്മെന്റിൽ ഉപയോഗിച്ച് തന്നെ ബോയിൽ ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് വാക്യൂം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 50% ടോട്ടൽ സോളിഡിലേക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ റോ മെറ്റീരിയൽ നമ്മളിവിടെ കോവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. സോ പ്രോസസ് വേരിയബിൾസ് ആർ അഡ്ജസ്റ്റഡ് ടു ഒബ്റ്റെയിൻ ഗുഡ് ക്വാളിറ്റി കോവ. ഗുഡ് ക്വാളിറ്റി കോവ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. സോ പ്രോസസ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് വാക്യൂം കോൺസെൻട്രേറ്റഡ് മിൽക്ക് വിത്ത് 50% ടോട്ടൽ സോളിഡ്സ്. അതായത് നമ്മുടെ മിൽക്കിനെ നമ്മൾ ബോയിൽ ചെയ്ത് ഒരു 50%ലേക്ക് വാക്യൂം കോൺസെൻട്രേറ്റ് ചെയ്തതാണ് നമ്മുടെ റോ മെറ്റീരിയൽ. നമ്മൾ കോൺസെൻട്രേറ്റ് പിന്നെ എന്താണ് നമ്മൾ ഈ കോൺസെൻട്രേറ്റിനെ പ്രീ ഹീറ്റ് ചെയ്യണം. എത്രയിലേക്ക്? 74 degrees Celsius ഫോർ 10 minutes. ദിസ് ഡെവലപ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗുഡ് ഫ്ലേവർ ഓഫ് കോവ. നമ്മൾ ഈ ഒരു കോൺസെൻട്രേറ്റിനെ ഒരു 74 degree Celsius 10 മിനിറ്റ്സിൽ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 101 to 103 degree Celsius ഫോർ 10 to 12 minutes ഇൻ അനദർ പ്രോസസ്. ഒരു കുക്ക്ഡ് ഫ്ലേവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത, അതായത് 50% കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഹീറ്റഡ് ആയിട്ടുള്ള റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രംസിലേക്ക് ഫീഡ് ദ കോൺസെൻട്രേറ്റ് ഓൺ ടു ദി ഹീറ്റഡ് ഡ്രം റൊട്ടേറ്റിംഗ് ഡ്രംസ്. അപ്പൊ നമ്മളുടെ ഈ ഡ്രമ്മിന്റെ സ്റ്റീം പ്രഷർ എപ്പോഴും 25 to 30 PSI മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഡ്രമ്മിന്റെ റോളർ സ്പീഡ് എപ്പോഴും 17 to 19 RPM-ലായിരിക്കണം. നമുക്കത് 10 RPM വരെ ആക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദി പ്രോസസ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു തിൻ ലെയർ ഓഫ് മിൽക്ക്, അതായത് ആ ഡ്രമ്മിൽ നമ്മുടെ കോവ കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഒരു മിൽക്ക് തിൻ ലെയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് അതിനെ ആ ഡ്രൈഡ് കോവയിൽ ഡ്രമ്മിൽ നമ്മളിങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ പ്രോസസ്സ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വാക്യൂം കോൺസെൻട്രേറ്റഡ് മിൽക്കാണ് എടുക്കുന്നത്, അത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നു 74 degree Celsius 10 minutes. അപ്പൊ ഒരു കുക്ക്ഡ് ഫ്ലേവർ വരുന്നു. നമ്മൾ എന്നിട്ട് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്തതിന് ആ ഒരു ഡ്രമ്മിലേക്ക് എന്താണ്
ഫീഡ് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റീം പ്രഷർ അപ്പോഴും 25 to 30 psi ആയിരിക്കണം. റോളർ സ്പീഡ് 17 to 19 RPM മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ തിൻ ലെയർ ഫോം ചെയ്യുന്നു, അത് നമ്മൾ കണ്ടിന്യൂസ്ലി സ്ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻ എന്താണ്? ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നല്ല പ്രൊഡക്റ്റ് ലോസ് ഉണ്ടാകും. ഹൈ പ്രൊഡക്റ്റ് ലോസ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ സ്റ്റേജ്. പ്രൊഡക്റ്റ് മേ ബി അൺഈവൻ, പ്രൊഡക്റ്റ് എപ്പോഴും അൺഈവൻ ആയിരിക്കും. അതായത് സ്ക്രാപ്പിംഗ് ഒക്കെ നല്ലപോലെ നടന്നില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അൺഈവൻ. ഓക്കെ, ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രെയിനി ടെക്സ്ചർ ഓഫ് ട്രഡീഷണൽ കോവ. ട്രഡീഷണൽ കോവയുടെ ആ ഒരു ഗ്രെയിനി ടെക്സ്ചർ ഇല്ലേ, തനേതർ കോവയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. റിക്വസ്റ്റ് കെയർഫുൾ മോണിറ്റർ ഡ്യൂറിംഗ് ഓപ്പറേഷൻ. നല്ല കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്റ്റീം പ്രഷർ. സ്റ്റീം പ്രഷർ എപ്പോഴും ഒരു നമ്മൾ എന്ത് പറഞ്ഞു 25 to 30 psi ആയിരിക്കണം. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം മോർ സ്റ്റീം ആണെങ്കിൽ പ്രൊഡക്റ്റ് ഭയങ്കര ഡ്രൈ ആകും, നല്ല പൊടി പോലെ ആകും. പക്ഷെ ലെസ് സ്റ്റീം ആണെങ്കിൽ അവിടെ വളരെ വെറ്റായിട്ടുള്ള കുഴകുഴാന്നിരിക്കുന്ന ഒരു കോവയാണ് നമുക്ക് കിട്ടുന്നത്. ഈ നാലാമത്തെ മെത്തേഡാണ് യൂസ് ഓഫ് സ്ക്രാപ്ഡ് സർഫസ് കോണിക്കൽ വാറ്റ്. നമുക്ക് ഫോട്ടോയിൽ കാണുന്ന തന്നെ മനസ്സിലാകും, ഒരു കോണിക്കൽ വാറ്റ് പോലെ ആയിരിക്കും, കോണിക്കൽ ഷേപ്പിലായിരിക്കും. അതിന്റെ ഒരു സ്ക്രാപ്പർ ഉണ്ടാക്കും, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ. ഓക്കെ, സോ പ്രിൻസിപ്പൽ മെക്കനൈസ്ഡ് സ്ക്രാപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ വിത്ത് എ കോണിക്കൽ വാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പവർ പ്രൊഡക്ഷൻ. അപ്പൊ ഇത് മെക്കനൈസ്ഡ് ആണ്, ഒരു സ്ക്രാപ്പർ ഉണ്ടാകും, ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയാം നമുക്കതില്, ഒരു കോണിക്കൽ വാറ്റ് ആയിരിക്കും. ദ സ്ക്രാപ്പർ കണ്ടിന്യൂസ്ലി റിമൂവ് മിൽക്ക് സോളിഡ്സ് ഫ്രം ദ ഹീറ്റഡ് സർഫസ് ടു പ്രിവെന്റ് ബേണിംഗ്. ഈ സ്ക്രാപ്പർ എന്താണ്, ആ ഒരു മിൽക്ക് സോളിഡ്സിന് കണ്ടിന്യൂസ്ലി ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ഹീറ്റഡ് സർഫസിൽ നിന്ന്. കാരണം അവരുടെ ബേണിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്, പക്ഷെ ആ ഒരു എക്യുപ്മെന്റ് ഷേപ്പിനുള്ള വ്യത്യാസമാണ് നമ്മൾ ഇതിനെ ഡിഫറെന്റ് ആക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ ഒരു വാറ്റ്, അതായത് സ്ക്രാപ്ഡ് സർഫസ് കോണിക്കൽ വാറ്റിന് നമ്മളിപ്പോ ഒരു ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാത്ത നമ്മളെ ഫ്രഷ് മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 80 കിലോ മിൽക്കിനൊക്കെ 50 മിനിറ്റിൽ കോവിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് പറയണത്. പക്ഷെ നമ്മളിപ്പോ പക്ഷെ അല്ല, ഗുഡ് തിങ്, അതായത് നമ്മൾ കുറച്ചൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത നമ്മളുടെ മിൽക്കിനാണ് കൊടുക്കുന്നതെങ്കിൽ 40 കിലോ മിൽക്ക് കോവിയാക്കാൻ വെറും 14 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. സോ ദിസ് ക്യാൻ പ്രോസസ് 40 കിലോഗ്രാം കോൺസെൻട്രേറ്റഡ് മിൽക്ക് പെർ ബാച്ച് വിത്തിൻ 14 മിനിറ്റ്സ്, 80 കിലോഗ്രാം ഹോൾ മിൽക്ക് പെർ ബാച്ച് വിത്തിൻ 50 മിനിറ്റ്സ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീം പ്രഷർ എന്ന് പറഞ്ഞാൽ 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. വളരെ കുറച്ച് സ്റ്റീം പ്രഷർ മതി. നമ്മൾ ഇതുവരെ കണ്ടതിലൊക്കെ 2 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, 3 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ മതി. കണ്ടിന്യൂസ് സ്ക്രാപ്പിംഗ് എൻഷുവേഴ്സ് യൂണിഫോം ഹീറ്റിംഗ് ആൻഡ് പ്രിവെന്റ് സ്ക്രോച്ചിങ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പേര് തന്നെയുണ്ട് സ്ക്രാപ്ഡ് സർഫസ്. ഇപ്പൊ സ്ക്രാപ്പിംഗ് വഴി എന്താണ്, യൂണിഫോം ആയിട്ടുള്ള ഹീറ്റും സ്ക്രോച്ചിങ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നു. ഹൈ പ്രൊഡക്റ്റ് ലോസസ് ഒക്വർ ഡ്യൂറിംഗ് പ്രോസസിംഗ്. അപ്പൊ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഡക്റ്റ് ലോസ് ഒക്കെ ഒക്വർ ചെയ്യും പ്രോസസിംഗിന്റെ സമയത്ത്. അപ്പൊ ഇതാണ് സ്ക്രാപ്ഡ് സർഫസ് കോണിക്കൽ വാറ്റ്. നമ്മുടെ നാലാമത്തെ കോൺടേം ആൻഡ് കോൺവാപ്പ് സിസ്റ്റം. കോൺടേം ആൻഡ് കോൺവാപ്പ്, ഈ ഒരു പേരിൽ തന്നെ നമുക്ക് ഉണ്ടാകും. കോൺടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്കിനെ ആദ്യം ഹീറ്റ് ചെയ്യുന്നു. കോൺവാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് ചെയ്ത മിൽക്കിനെ എന്താണ് കോവയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ട് സെക്ഷനാണ് ഇവിടെ ഉള്ളത്, കോൺടേമും കോൺവാപ്പും. ഫോട്ടോ നോക്കട്ടെ. ഓക്കെ, ഇവിടെയാണ് കാണുന്നത്. അതായത് ഈ ഒരു സെക്ഷനാണ് നമ്മളുടെ കോൺടേം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സെക്ഷനാണ് കോൺവാപ്പ്. So this is condom and this is convac. Okay. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തത് ആൽഫ ലാവൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഡെവലപ്ഡ് ബൈ ആൽഫ ലാവൽ ഫോർ കണ്ടിന്യൂസ് കോവ പ്രൊഡക്ഷൻ. ദിസ് സിസ്റ്റം ഹാസ് 2 യൂണിറ്റ്സ്. അതായത് കോൺടം ഉണ്ട്, കോൺടം ഹീറ്റ് ദ മിൽക്ക്, ആൻഡ് കോൺവാപ്പ് എന്താണ്, കോൺസെൻട്രേറ്റ് ദ മിൽക്ക് ടു കോവ കൺസിസ്റ്റൻസി. അപ്പൊ ഇതിന്റെ പ്രോസസ് എങ്ങനെയാ? ആദ്യം ഓഫ് കോഴ്സ് മിൽക്ക് എങ്ങോട്ടാണ് പോകുന്നത്, കോൺടൈമിലേക്ക്. മിൽക്കിന് ഹീറ്റ് ചെയ്യണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ മിൽക്ക് 95 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ സ്റ്റീം പ്രഷർ 3 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ഹീറ്റ് ചെയ്ത മിൽക്ക് എവിടേക്കാ പോകുന്നത്, കോൺവാപ്പിലേക്ക്. നമുക്കറിയാം കോൺവാപ്പിലാണ് മിൽക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മിൽക്ക് ഈസ് കോൺസെൻട്രേറ്റഡ് ടു ദ റിക്വയർഡ് കോവ കൺസിസ്റ്റൻസി. ഇപ്പൊ റിക്വയർഡ് ആയിട്ടുള്ള കോവ കൺസിസ്റ്റൻസിലേക്ക് പോകുന്നു. ഫീഡ് യൂസ്ഡ്, അതായത് നമ്മുടെ മിൽക്ക് ഇവിടെ ഹീറ്റ് ആകുമ്പോൾ തന്നെ 35-40% കോൺസെൻട്രേറ്റ് ആയിരിക്കും. ആ 35-40% കോൺസെൻട്രേറ്റ് ചെയ്താണ് എന്ത്, കോൺവാപ്പിലേക്ക് പോകുന്നത്. ബട്ട് പ്രോസസിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 300-350 കിലോഗ്രാം ഓഫ് കോൺസെൻട്രേറ്റഡ് മിൽക്ക്. അതായത് ഒരു മണിക്കൂറിൽ അവർക്ക് എന്താണ് 300-350 കിലോഗ്രാം മിൽക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സ്റ്റീം പ്രഷർ 4 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. കോൺടേമിനേക്കാളും കോൺവാപ്പിൽ
പ്രഷർ കൂടുതലായിരിക്കും 4 കിലോഗ്രാം ആയിരിക്കും. കാരണം ഇവിടെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ നടക്കുന്നത്. ദ കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റ് ഈസ് കളക്ടഡ് ആസ് കോവ. കോവയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന കോവ എന്ന് പറയുന്നത്. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്? കോൺടേബിളും കോൺവാപ്പിലും എന്താണ് ടിപ്പിക്കൽ ആയിട്ടുള്ള കോവ ഫ്ലേവർ വളരെ കുറവായിരിക്കും. പ്രൊഡക്റ്റ് വളരെ സ്റ്റിക്കി പാസ്റ്റി ആയിരിക്കും. ചിലപ്പോൾ ബേൺഡ് പാർട്ടിക്കിൾസ് കൊള്ളാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഗ്രെയിനി ടെക്സ്ചറും അൺഈവൻ കളറൊക്കെ ആക്കി ഇതിൽ ഡെവലപ്പ് ആകാം. പിന്നെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയിരിക്കും. പ്രൊഡക്റ്റ് ക്വാളിറ്റി എല്ലാ പാക്കിലും സെയിം ആവണമെന്നില്ല. പിന്നെ ഹൈ ലോസ് ഓഫ് മിൽക്ക് സോളിഡ്സ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഡ്യൂ ടു മെഷീൻ അഡ്ജസ്റ്റ്മെന്റ്സ്. അതായത് മെഷീനൊക്കെ നമ്മൾ സ്റ്റീമും അതിന്റെ ടെമ്പറേച്ചറും ഇനീഷ്യലി എന്താണ് അതൊക്കെ കയറി വരെ കുറച്ച് താമസം എടുക്കും. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ മിൽക്ക് സോളിഡ്സ് ആയിട്ടുള്ള ലാക്ടോസും പ്രോട്ടീൻസ് ഒക്കെ അതിന്റെ എന്താണ് അതിന്റെ വോളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് മിൽക്ക് സോളിഡ്സിന്റെ ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് റണ്ണായി വരാൻ കുറച്ച് ഇനീഷ്യലി അതിന്റെ റണ്ണായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കുന്നു. അപ്പോൾ ആ ടൈമിൽ ഹൈ ലോസസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് കോൺടേം ആൻഡ് കോൺവാപ്പ് സിസ്റ്റം. അത് ഡെവലപ്പ് ചെയ്തത് ആൽഫ ലെവലാണ്. അപ്പൊ നമ്മുടെ അഞ്ചാമത്തതാണ് എന്ത്? തിൻ ഫിലിം സ്ക്രാപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അതായത് വളരെ എന്താണ് ആ പേരിൽ തന്നെ ഉണ്ട്, തിൻ ഫിലിം ആയിട്ട് വരും. അത് നമ്മൾ എന്താണ് ആ ഒരു സർഫസിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നു. TSSHE. അപ്പൊ ഇതൊരു ഹൊറിസോണ്ടൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് യൂസ്ഡ് ഫോർ കോവ മേക്കിംഗ്. ഫോട്ടോ ഉണ്ടാകും. വളരെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതായിരിക്കും. ഇവിടെ 3 സെക്ഷൻസ് ആണുള്ളത്. TFSSHE 1, 2, 3 അങ്ങനെ 3 സെക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല. പക്ഷെ ഓരോ സെക്ഷനിലും എത്രയാണ് സ്പീഡ് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കൂപ്പർ ഉണ്ടാകും. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ മിൽക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ആ ഒരു ഫോം ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ഹോപ്പർ ഉണ്ടാകും. പിന്നെ സ്റ്റീം ജാക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 കമ്പാർട്ട്മെന്റ്സ് ടു ഗ്രാജുവലി റെഡ്യൂസ് ഹീറ്റിംഗ്. അപ്പൊ നമ്മളുടെ ആ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള തിൻ ഫിലിം സ്ക്രാപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ 3 സെക്ഷൻസ് ആണുള്ളത്. ഓക്കെ, എന്തിനാണ് ആ ഹീറ്റിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് വരാന്. സ്ക്രാപ്പറിന്റെ സ്പീഡിൽ 40 RPM ഒക്കെ ആയിട്ട് ഏകദേശം മെയിൻറ്റെയിൻ ചെയ്യും. സ്റ്റീം പ്രഷർ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ 3 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ അത് 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, കുറയും. അപ്പൊ ഒരു അവറിൽ ഒരു 50 കിലോഗ്രാം ഓഫ് മിൽക്ക് ഒക്കെ ഈ ഒരു മെഷീനിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മള് പഠിച്ചിരുന്നല്ലോ ഏതാണ് നമ്മളുടെ യൂസ് ഓഫ് സ്ക്രാപ്ഡ് സർഫസ് കോണിക്കൽ വാർജിൽ എന്താണ് ഒരു 50 മിനിറ്റിൽ തന്നെ 80 കിലോഗ്രാം മിൽക്ക് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 50 കിലോഗ്രാം ഒരു അവറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ 3 സ്റ്റേജസ് ആണ് ഇതിനുള്ളത്. ഞാൻ ഫോട്ടോ ഓൾറെഡി കാണിച്ചിരുന്നു. 3 സ്റ്റേജസ് ആണ് ഉള്ളത്. 1, 2, 3. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ കൺസിസ്റ്റ് ഓഫ് 3 സ്റ്റീം ജാക്കറ്റഡ് സിലിണ്ടേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ കാസ്കാഡ്. ഒരു കാസ്കാഡ് പോലെ 3 സ്റ്റീം ജാക്കറ്റഡ് സിലിണ്ടേഴ്സ് ആണുള്ളത്. അപ്പൊ മിൽക്ക് ഈസിലി ഒരു സിലിണ്ടറിൽ നിന്നും അടുത്തയിലേക്ക് ഈസിലി ഫ്ലോ ചെയ്യും. സ്ക്രാപ്പറിന്റെ സ്പീഡ് സ്റ്റേജ് 1 40 RPM, സ്റ്റേജ് 2 55, സ്റ്റേജ് 3 69. ഈ RPM കൂടിക്കൂടി വരാം. എന്തുകൊണ്ടാണ് നമുക്കറിയാം? 40 RPM എന്ന് പറയുമ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റ് ആകും. 55 കുറച്ചും കൂടെ, 69 മിൽക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ആകും. നമ്മൾ പറഞ്ഞ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഹീറ്റ് കുറയ്ക്കണം ആൻഡ് സ്ക്രാപ്പിംഗ് കൂട്ടണം എന്നാണ് പറഞ്ഞത്. സ്റ്റീം പ്രഷറോ 2 കിലോഗ്രാം, 1.7 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. സ്റ്റേജ് 3 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. എന്തുകൊണ്ടാണ് സ്റ്റേജ് 1 3 പോകുമ്പോൾ കുറയുന്നത്? അതായത് കണ്ടിന്യൂസ്ലി കോൺസെൻട്രേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്റ്റീം പ്രഷർ കുറച്ചുകൊണ്ടിരിക്കണം. ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് എ റോളർ ഈസ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എ സ്ക്രാപ്പർ ബ്ലേഡ് ടു നീറ്റ് ദ കോവ ആൻഡ് ഇംപ്രൂവ് ദ ബോഡി ടെക്സ്ചർ. അപ്പൊ 2 സെക്ഷൻസിലും സ്ക്രാപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ തേർഡ് സ്റ്റേജിൽ ഒരു റോളർ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയണത്. അതായത് കോവയെ നല്ലപോലെ നീഡ് ചെയ്യാനും അതിന്റെ ബോഡി ടെക്സ്ചർ ഇൻക്രീസ് ചെയ്യാനും. ഇനി മിൽക്ക് സോളിഡ്സ് എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ആകുക? എത്ര ശതമാനം? ആദ്യത്തെ സ്റ്റേജിൽ 15% ആണ് ടു 25%ലേക്കാണ് കോൺസെൻട്രേറ്റ് ആകുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ 25 നിന്ന് 50% കോൺസെൻട്രേറ്റ് ആകുന്നു. സ്റ്റേജ് 3 50 to 65 to 70% കോൺസെൻട്രേറ്റ് ആകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു മെഷീൻ എന്താണ് 50 കിലോഗ്രാം ഓഫ് മിൽക്ക് ആണ് ഒരു അവറിൽ കോൺസെൻട്രേറ്റ് ആകുന്നത്. അപ്പൊ ഈ ഒരു മെഷീന്റെ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മിൽക്കിന്റെ ഫ്ലോ റേറ്റ്, സ്റ്റീമിന്റെ പ്രഷർ, എത്ര ടോട്ടൽ സോളിഡ് ആണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, കോവയിലുള്ള ഫൈൻ മോയിസ്ചർ കണ്ടന്റ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഫ്രഷ് മിൽക്കിനേക്കായും വി ഷുഡ് യൂസ് ദ കോൺസെൻട്രേറ്റഡ് മിൽക്ക്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണാണ് ഇൻക്ലൈൻഡ് സ്ക്രാപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അതായത് നമുക്കറിയാം പേര് പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിരിക്കും അതിന്റെ സ്ക്രാപ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. അതാണ് ISSHE. ഇതൊരു കണ്ടിന്യൂസ് കോവ മേക്കിംഗ് മെഷീൻ ആണ്.
സ്ക്രാപ്പർ അസംബ്ലി പെർഫോം സ്ക്രാപ്പിംഗ് ആൻഡ് കൺവേ ഫങ്ഷൻസ്. അതായത് സ്ക്രാപ്പർ ഉണ്ടാകും, അത് കണ്ടിന്യൂസ്ലി സ്ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് 3 സെക്ഷൻസ് ഉണ്ട്. അതിന്റെ പ്രഷർ 1 kg/cm², 1.5 kg/cm², 1 kg/cm² ആയിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് എന്താണ് പ്രീ കോൺസെൻട്രേറ്റ് ചെയ്ത, അതായത് 40 to 55% ടോട്ടൽ സോളിഡ്സ് വാക്യൂം കോൺസെൻട്രേറ്റ് ചെയ്ത ഫീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു അവറിൽ നമുക്ക് ഒരു 60-80 ലിറ്റർ ഫീഡൊക്കെ കൊടുക്കാൻ പറ്റും. ഫീഡിന്റെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു 80 ഡിഗ്രി സെൽഷ്യസിലേക്കെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ സ്പീഡ്, റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് 40 to 80 RPM. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? അതായത് ഫീഡ് സോളിഡ്സ് കൂടുതലാക്കുമ്പോൾ അതിന്റെ കളറും കപ്പാസിറ്റിക്ക് ഇംപ്രൂവ് ആവും. ഇൻക്രീസ്ഡ് ഫീഡ് സോളിഡ്സ് ഇംപ്രൂവ് കോവ കളർ ആൻഡ് മെഷീൻ കപ്പാസിറ്റി. പിന്നെ ഫീഡിന്റെ ടെമ്പറേച്ചർ ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ പെട്ടെന്ന് ടപ്പേ നടക്കുമ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. ഹൈ ഫീഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഹയർ റോട്ടർ സ്പീഡ് ഇൻക്രീസ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ റോട്ടർ സ്പീഡ് നമ്മൾ എത്ര പറഞ്ഞത്? ഒരു 40 to 80 RPM. 80 RPM ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ എന്താണ് പെട്ടെന്ന് തന്നെ ഹീറ്റ് ഒക്കെ ട്രാൻസ്ഫർ ആകും എന്നാണ് പറഞ്ഞത്. പിന്നെ ഡിഫറൻറ്റ് സ്റ്റീം പ്രഷർ ഹെൽപ്പ് കൺട്രോൾ ഹീറ്റ് ട്രാൻസ്ഫർ, കളർ ആൻഡ് ടെക്സ്ചർ. ലെസ് മാൻ പവർ മതി. പിന്നെ എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ഗിവ്സ് യൂണിഫോം ക്വാളിറ്റി. യൂണിഫോം ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് തരുന്നുണ്ട്. ഓപ്പറേഷണൽ ലോസസ് ഒക്കെ വളരെ കുറവാണ്. പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ചേഞ്ച് ആസ് റിക്വയർഡ്. നമുക്ക് ആവശ്യമനുസരിച്ച് പ്രൊഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈസി ടു ഓട്ടോമേറ്റ് യൂസിങ് എ മൈക്രോ പ്രോസസർ. അതായത് മൈക്രോ പ്രോസസർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കോവോ മേക്കിംഗ് മെഷീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. CIP ഒക്കെ വളരെ ഈസിയാണ്. മിസ് ഹാൻഡിൽ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം CIPs തന്നെ. സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻസൈഡ് ദ മെഷീൻ റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് സ്പോയിലേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടപ്പും ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഇത് ഹെൽപ്പിംഗ് ആണ്. എൻവിറോൺമെന്റൽ കണ്ടാമിനേഷൻ എന്നൊക്കെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലിമിറ്റേഷൻ എന്താണ്? എപ്പോഴും ഫ്രഷ് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഫീഡായിട്ട്. കോൺസെൻട്രേറ്റഡ് മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓർഗനൈസ്ഡ് ഡയറീസ്, അതായത് കോൺസെൻട്രേറ്റഡ് മിൽക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ഡയറീസിൽ മാത്രമേ ഈ ഒരു എന്താണ് ഇൻക്ലൈൻഡ് സ്ക്രാപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ നമ്മൾ പറഞ്ഞത് മിൽക്ക് കോവ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള സ്റ്റെപ്സ്. അതായത് എന്തൊക്കെയാണ്? ട്രഡീഷണൽ മെത്തേഡ് കണ്ടു, ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡ് കണ്ടു, മെക്കനൈസ്ഡ് മെത്തേഡ് കണ്ടു. പിന്നെ മെംബ്രെയിൻ ടെക്നോളജി നമുക്ക് പഠിക്കാനില്ല, അത് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കോവയുടെ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഫിസിക്കോ കെമിക്കൽ ചേഞ്ചസ് ഇൻ കോവ ഡ്യൂറിങ് മിൽക്ക് ഡ്യൂറിങ് കോവ മേക്കിംഗ്. നമ്മൾ കോവ ഉണ്ടാക്കുമ്പോൾ മിൽക്കിൽ എന്തൊക്കെ ഫിസിക്കോ കെമിക്കൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? നമുക്കൊരു 7 ഫിസിക്കോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഫസ്റ്റ് വൺ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. മിൽക്കിന്റെ സ്റ്റേറ്റ് ലിക്വിഡ് ആണ്, കോവയാകുമ്പോൾ അത് സോളിഡ് ആയിട്ട് മാറുന്നു. എങ്ങനെയാണ് അത് മാറുന്നത്? എന്താണ് നമ്മുടെ മോയിസ്ചർ ഒക്കെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ആകുമ്പോഴാണ് അത് മാറുന്നത്. സോ മോയിസ്ചർ റിമൂവൽ കോൺസെൻട്രേറ്റ്സ് എന്താണ് മിൽക്ക് സോളിഡ്, ചേഞ്ചിങ് മിൽക്ക് ഫ്രം ലിക്വിഡ് ടു സോളിഡ് കൺസിസ്റ്റൻസി. ലാക്ടിക് അസിഡിറ്റി ഇൻക്രീസസ് ആൻഡ് pH ഡിക്രീസസ്. അതായത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മോയിസ്ചർ റിമൂവ് ആകുന്ന, ലിക്വിഡിൽ നിന്നും സോളിഡ് ആയിട്ട് കോവ മാറുന്നു. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ എന്താണ് ലാക്ടിക് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് pH റെഡ്യൂസ് ചെയ്യുന്നു. സോ കീ പോയിന്റ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മോയിസ്ചർ റിമൂവൽ കൺവേർട്സ് മിൽക്ക് ഇൻ ടു എ സെമി സോളിഡ് പ്രൊഡക്റ്റ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഒരു കുക്ക്ഡ് ഫ്ലേവർ ഉണ്ടാകും. നമുക്കറിയാം അവിടെ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേറ്റ് ആകുമ്പോൾ പ്രോട്ടീൻസ് ഒക്കെ ഡീനേച്ചർഡ് ആകുന്നത്. ഏത് പ്രോട്ടീൻ ആണ് ഡീനേച്ചർഡ് ആകുന്നത്? വേ പ്രോട്ടീൻ, എസ്പെഷ്യലി ബീറ്റ ലാക്ടോഗ്ലോബുലിൻ ആണ്. അങ്ങനെ ഡീനേച്ചർഡ് ആകുമ്പോൾ അവരുടെ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് സൾഫ് ഹൈഡ്രൽ കോമ്പൗണ്ട്. ഇതാണ് എന്താണ് കുക്ക്ഡ് ഫ്ലേവർ നൽകുന്നത്. സോ എന്താണ് കീ പോയിന്റ്? കുക്ക്ഡ് ഫ്ലേവർ ഈസ് ഡ്യൂ ടു ഡീനേച്ചറേഷൻ ഓഫ് ബീറ്റ ലാക്ടോഗ്ലോബുലിൻ. മൂന്നാമത്തതാണ് കൊയാഗുലേഷൻ ഓഫ് കെസീൻ. നമ്മളറിയാം വേറൊരു പ്രോട്ടീൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് കെസീൻ. കെസീൻ അവിടെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് ഒരു നമ്മുടെ വേ പ്രോട്ടീൻ, ഡീനേച്ചർഡ് ആയിട്ടുള്ള വേ പ്രോട്ടീൻ വഴി ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അപ്പോ എന്താണ് ഹീറ്റ് ആൻഡ് ഒരു കെസീൻ വേ പ്രോട്ടീൻ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മളുടെ മിൽക്കിൽ എപ്പോഴും കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഒരു സോല്യൂബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും. പക്ഷെ അത് കോവയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു കൊളോയിഡൽ ഫോമിലേക്ക് പോകും. അങ്ങനെ ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള കൊളോയിഡൽ ഫോമിലേക്ക് പോകുമ്പോൾ കോവയ്ക്ക് ഒരു സ്ട്രക്ചർ ഒക്കെ നൽകാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അതിന്റെ കീ പോയിന്റ് എന്താണ്? ഹീറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഫോം എ കെസീൻ വേ പ്രോട്ടീൻ കോംപ്ലക്സ്.
നാലാമത്തെ ലാക്ടോസ് ചേഞ്ചസ്. നമ്മുടെ ലാക്ടോസ് എപ്പോഴും മിൽക്കിൽ ഡൈലൂട്ട് സൊല്യൂഷൻ ആയിട്ടിരിക്കും. പക്ഷെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് മോസ്റ്റ് ലാക്ടോസ് ഇസ് പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് ആൽഫ ലാക്ടോസ് ഹൈഡ്രേറ്റ് എന്ന ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ കീ പോയിന്റ്, ലാക്ടോസ് എക്സിസ്റ്റ് ഇൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് ഫോം ഇൻ കോവ. കോവയിൽ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. പിന്നെ ഫ്രീ ഫാറ്റ് ഫോർമേഷൻ നമുക്കറിയാം. ഫ്രീ ഫാറ്റ് ഒരുപാട് ഉണ്ടാകും. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ്ലി വിഗറസ് ആയിട്ട് സ്ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാറ്റ് ഗ്ലോബുലാർ മെംബ്രെയിനൊക്കെ റപ്ചർ ആയിട്ട് അവിടെ ഫ്രീ ഫാറ്റ് റിലീസ് ചെയ്യുന്നു. അതായത് 60% ഓഫ് ടോട്ടൽ ഫാറ്റ് ഇൻ ബഫലോ മിൽക്ക് അതിന്റെ 50% അതായത് ബഫലോ മിൽക്കിന് 60%മാണ് ഫ്രീ ഫാറ്റ് വരുന്നത്, കൗ മിൽക്കിൽ 50%. വാട്ടർ എപ്പോഴും ഒരു ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് ഡിസ്പേഴ്സ് ആകുന്നത്. അപ്പൊ എന്താണ് കീ പോയിന്റ്, ഫ്രീ ഫാറ്റ് ഇൻക്രീസസ് ഡ്യൂ ടു റപ്ചർ ഓഫ് ഫാഗ്ലോബിൾ മെംബ്രെയിൻ. ഫാഗ്ലോബിൾ മെംബ്രെയിൻ റപ്ചർ ആകും, ഇങ്ങനെ സ്റ്റിറിങ് ആൻഡ് സ്ക്രാപ്പിംഗ് വഴി അങ്ങനെ ഫ്രീ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. കളർ ഡെവലപ്മെന്റ് നമുക്കറിയാം. മൈലർ റിയാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ കെസീന് വളരെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലൊക്കെയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. 2 kg/cm² സ്റ്റീം പ്രഷർ, അല്ലെങ്കിൽ 3 kg/cm² സ്റ്റീം പ്രഷർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് എന്താണ് അവിടെ മൈലർ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താണ് ഒരു മെലനോയിഡിൻ പിഗ്മെന്റ് റിലീസ് ചെയ്യുന്നു. കോവയ്ക്ക് ഒരു ക്രീമി ഓർ ബ്രൗണിഷ് കളർ നൽകുന്നത് ഈ ഒരു മെലനോയിഡിൻ പിഗ്മെന്റ് ആണ്. ഇങ്ങനെയാണ് മൈലർ റിയാക്ഷൻ നടക്കുന്നത്. ലാക്ടോസും നമ്മുടെ അമിനോ ആസിഡ് കെസീനുള്ള അമിനോ ആസിഡ് നമുക്ക് റിയാക്ട് ചെയ്തിട്ടാണ് മൈലർ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ് കീ പോയിന്റ്, ബ്രൗൺ കളർ ഈസ് ഡ്യൂ ടു ദ മൈലർ റിയാക്ഷൻ. ഇനി സെവൻത് പോയിന്റ് ആണ് ഇൻക്രീസ് ഇൻ അയൺ കണ്ടന്റ്. നമുക്കറിയാം കരാഹിയിലേക്ക് ഉണ്ടാക്കുമ്പോൾ എന്താണ് അതൊരു അയൺ പാനാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ കണ്ടു. അപ്പൊ എന്താണ് ഇനീഷ്യലി നമ്മുടെ വീട്ടിൽ 2 to 4 ppm ആണ് അയൺ ഉള്ളത്. പക്ഷെ കരാഹിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് മോർ ദാൻ 100 ppm ആയിട്ട് മാറുന്നു. അയൺ കണ്ടന്റ് ഇൻക്രീസസ് ബിക്കോസ് ഓഫ് കോണ്ടാക്ട് വിത്ത് അയൺ റൂട്ട് വെസൽസ്. അപ്പൊ 7 ചേഞ്ചസ് ആണ് നമ്മുടെ കോവ മേക്കിങ്ങിന്റെ സമയത്ത് മിൽക്കിൽ ഉണ്ടാകുന്നത്. സ്റ്റേറ്റ് മാറുന്നു, കുക്ഡ് ഫ്ലേവർ ഡെവലപ്പ് ആകുന്നു, പിന്നെ എന്താണ് കെസിൻ കൊയാഗുലേറ്റ് ആകുന്നു, ലാക്ടോസിൽ ചേഞ്ച് വരുന്നു, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകുന്നുണ്ട്, പിന്നെ ഫ്രീ ഫാറ്റ് ഫോർമേഷൻ ഉണ്ടാക്കുന്നു, കളർ ഡെവലപ്പ് ചെയ്യുന്നു, അയൺ കണ്ടന്റ് ഒക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനിയൊരു വേറൊരു സെക്ഷൻ ആണ് എന്ത്, കൗ ആൻഡ് ബഫല്ലോ കോവയുടെ ഫിസിക്കൽ ക്വാളിറ്റി എന്താന്ന് നമുക്ക് നോക്കാം. കളർ. കൗ കോവയ്ക്ക് എപ്പോഴും ഒരു എന്താ പറയാ പെയിൽ യെല്ലോ വിത്ത് ടിഞ്ച് ഓഫ് ബ്രൗൺ, ചെറിയൊരു ടിഞ്ച് ഓഫ് ബ്രൗൺ ഉണ്ടാക്കും. ഒരു സ്ട്രോ അല്ലെങ്കിൽ പെയിൽ യെല്ലോ ആയിരിക്കും. ബഫലോ മിൽക്കിലോ ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൾ ഓർ ലൈറ്റ് ഗ്രീനിഷ് വൈറ്റ് വിത്ത് ടിഞ്ച് ഓഫ് ബ്രൗൺ എന്ന് പറയാം. അപ്പിയറൻസ് കൗ കോവയ്ക്ക് ഒരു മോയിസ്റ്റ് സർഫസ് ആയിരിക്കും, ഒരു നനവുള്ള പോലത്തെ സർഫസ് ആയിരിക്കും. ഇതിനൊരു ഗ്രീസി സർഫസ്, ഗ്രീസിന്റെ സർഫസ് ആയിരിക്കും. ബോഡി സ്ലൈറ്റ്ലി ഹാർഡ്, ബഫലോന്റെ സോഫ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് കൗ കോവയിൽ സ്ലൈറ്റ്ലി ഹാർഡ് ബോഡി ഫാറ്റ് കണ്ടന്റ് കുറവാണ്, ബഫലോ മിൽക്കിനത് സോഫ്റ്റ് ആയിരിക്കും. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി സാൻഡി, സ്മൂത്ത് ആൻഡ് ഗ്രാനുലർ, ഒരു മൊരാന്ന് പോലെ ആയിരിക്കും കൗകോവയുടേത്. പക്ഷെ ബഫലോയില് സ്മൂത്തും ഗ്രാനുലർ ആയിരിക്കും. സ്മെല് റിച്ച് ആൻഡ് നട്ടി, ഫാറ്റ് ഉള്ളത് കൊണ്ട് ബഫലോയിലും റിച്ച് ആൻഡ് നട്ടി ആയിരിക്കും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി സോൾട്ട് ഇടും, കാരണം നമ്മൾ പറഞ്ഞു ക്ലോറൈഡ് കണ്ടന്റ് ഒക്കെ വളരെ കൂടുതലാണ് കൗ മിൽക്കിൽ, അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി സോൾട്ടഡ് ആയിരിക്കും. ഇവിടെ ബഫലോ കോവ സ്ലൈറ്റ്ലി സ്വീറ്റ് ആണ്. സ്യൂട്ടബിലിറ്റി ഫോർ സ്വീറ്റ്സ് എന്നാൽ സ്യൂട്ടബിൾ, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പേട അതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബഫല്ലോ ഗോവയാണ്. ഇനി ഒരു ഗുഡ് ക്വാളിറ്റി കോവയ്ക്ക് വേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. കോമ്പാക്ട് മാസ് വിത്ത് വെരി സ്മോൾ യൂണിഫോംലി സൈസ്ഡ് ഗ്രാനുവൽസ്, വളരെ സ്മോൾ ആയിട്ടുള്ള യൂണിഫോംലി സൈസ്ഡ് ആയിട്ട് ഗ്രാനുവൽസ് ആയിരിക്കാം. ഫാറ്റ് ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല, വേ ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ 24 മണിക്കൂറിന് മേലെ സ്റ്റോർ ചെയ്താലും അവിടെ ഗ്രിറ്റി, അതായത് ഒരു മൊരമൊരാന്നൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫ്രഷ് ആണെങ്കിൽ അത് വളരെ സ്മൂത്തും ഹോമോജീനിയസ് പേസ്റ്റ് ആയിരിക്കണം. ഒരുപാട് ഡയറി സ്വീറ്റ്സ് ഉണ്ടാക്കാൻ സ്യൂട്ടബിൾ ആയിരിക്കും. അതായത് നമ്മൾ പേട് ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യില്ല, അപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഫാറ്റിന്റെ ലീക്കേജോ അല്ലെങ്കിൽ എന്താണ് വാട്ടറിന്റെ ലീക്കേജോ അല്ലെങ്കിൽ വേയുടെ ലീക്കേജോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഗുഡ് ക്വാളിറ്റി കോവ എന്ന് പറഞ്ഞാൽ. ഇനി കോവയുടെ ഈൽഡ് നോക്കാം. ഒരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കിൽ നമ്മളുടെ കോവയുടെ ഈൽഡ് എത്രയാന്ന് നമ്മൾ നോക്കാം. യൂഷ്വലി നമ്മളുടെ മെത്തേഡ്സ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതായത് ഒരു 4 ലിറ്റർ ഓഫ് ബഫലോ മിൽക്കിൽ നിന്ന് നമുക്ക് 1 കിലോഗ്രാം കോവ ഉണ്ടാക്കാം, 5 കിലോഗ്രാമിൽ നിന്ന് 1 കിലോഗ്രാം കോവ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇക്വേഷൻ ഓവർ റണ്ണിൽ വരുന്നത് ഈൽഡിൽ വരുന്നില്ല. അറ്റ് 28% മോയ്സ്ചർ ദ നോർമൽ ഈൽഡ് ഓഫ് കോവ ഈസ് അപ്രോക്സിമേറ്റ്ലി 17 to 19% ഫ്രം കൗ മിൽക്ക് ആൻഡ് 21 to 23% ഫ്രം ബഫലോ മിൽക്ക്.
അതായത് ഒരു ലിറ്റർ എടുത്താൽ അതിന്റെ 17 to 19% കൗ മിൽക്ക് എന്നുള്ള ഈൽഡും ബഫലോ മിൽക്കിന് 21 to 23% അപ്പൊ ഈൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക്. നമ്മൾ പറയും ടൈപ്പ് എന്താണ്? ബഫലോ മിൽക്കിനാണ് എന്ത് ഹയർ ഈൽഡ് കിട്ടുന്നത്, കാരണം അവിടെ ഫാറ്റും ടോട്ടൽ സോളിഡ്സും കൂടുതലാണ്. ബഫലോ മിൽക്ക് ഗീവ്സ് ഹയർ ഈൽഡ് ഡ്യൂ ടു ഹയർ ഫാറ്റ് ആൻഡ് ടോട്ടൽ സോളിഡ്സ്. അഡൾട്രേറ്റഡ് ഓർ ലോ സോളിഡ്സ് മിൽക്ക് ലോ ഈൽഡ്. അതായത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ളതിൽ നിന്നാണ് ലോ ഈൽഡ് ഒക്കെ കിട്ടുന്നത്. മോയിസ്ചർ കണ്ടന്റ് ഇൻ കോവ, ഹയർ മോയിസ്ചർ ഹയർ ഈൽഡ്. അതായത് ഡാർക്ക് കോവയിൽ മോയിസ്ചർ കൂടുതലാണ്, ഹയർ ഈൽഡ് കിട്ടുന്നു. ഡാർക്ക് കോവ ഹാസ് ഹയർ ഈൽഡ് ദാൻ ടിൻഡി കോവ ഡ്യൂ ടു ഹയർ മോയിസ്ചർ കണ്ടന്റ്. ഇനി എക്സ്റ്റെന്റ് ഓഫ് ഡീഹൈഡ്രേഷൻ, അതായത് മോർ ഡീഹൈഡ്രേഷൻ ഡിക്രീസസ് ഈൽഡ്, ലെസ് ഡീഹൈഡ്രേഷൻ ഇൻക്രീസസ് ഈൽഡ്. അതായത് മോയിസ്ചർ കണ്ടന്റ് കുറവാണെങ്കിൽ ഈൽഡ് കുറവായിരിക്കും, മോയിസ്ചർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ എന്താണ് ഈൽഡ് കൂടുതലായിരിക്കും. പിന്നെ ഹാൻഡ്ലിംഗിന്റെ സമയത്തും എന്താണ് ഈൽഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. മിൽക്ക് സ്പില്ലേജ്, ഓവർഫ്ലോ, സ്റ്റിക്കിംഗ് ഓഫ് കോവ ഇൻ ടു ദ പാൻ. അതായത് മിൽക്ക് ഇങ്ങനെ സ്പിൽ ചെയ്ത് പോവുക, ഓവർഫ്ലോ ചെയ്ത് പോവുക, അല്ലെങ്കിൽ കോവ പാനിലേക്ക് അറ്റാച്ച് ചെയ്താൽ എന്താണ് അവിടെ ഈൽഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 4 ഫാക്ടറാണ് ഈൽഡ് ഓഫ് കോവനെ അഫക്ട് ചെയ്യുന്നത്. ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക്, മോയിസ്ചർ കണ്ടന്റ്, എക്സ്റ്റെന്റ് ഓഫ് ഡീഹൈഡ്രേഷൻ, ലോസസ് ഡ്യൂറിംഗ് ഹാൻഡ്ലിംഗ്. ഇനി നമ്മളെ കോവയുടെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, മിൽക്കിന്റെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്കറിയാം. സ്പീഷീസ്, ഫാറ്റ് കണ്ടന്റ്, അസിഡിറ്റി. അതേപോലെ തന്നെ കോവയുടെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തതാണ് നമ്മളുടെ ക്വാളിറ്റി ഓഫ് സ്പീഷീസ് ഓഫ് അനിമൽ. ബഫലോ മിൽക്ക് പ്രൊഡ്യൂസസ് സോഫ്റ്റ് സ്മൂത്ത് ഗ്രാനുലർ കോവ ആൻഡ് ഗിവ്സ് ഹയർ ഈൽഡ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ബഫലോ മിൽക്ക് സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഗ്രാനുലർ കോവ ഉണ്ടാക്കും, നല്ല ഈൽഡ് കിട്ടും. കൗ മിൽക്ക് പ്രൊഡ്യൂസസ് ഹാർഡർ സാൻഡി സ്ലൈറ്റ്ലി സോൾട്ടി കോവ. ഒരു ഹാർഡർ ആയിട്ടുള്ള സാൻഡി ആയിട്ടുള്ള സ്ലൈറ്റ്ലി സോൾട്ട് ഉള്ള കോവയാണ് തരുന്നത്. ഫാറ്റ് കണ്ടന്റ് ഓഫ് 4% കൗ മിൽക്കും അല്ലെങ്കിൽ ബഫലോ മിൽക്കിൽ 5.5% ഫാറ്റുമാണ് നമുക്ക് നല്ലൊരു കോവ കിട്ടാനായിട്ട്. ഹയർ ഫാറ്റ് ഇംപ്രൂവ്സ് ബോഡി ടെക്സ്ചർ ആൻഡ് ഫ്ലേവർ, ലോവർ ഫാറ്റ് പ്രൊഡ്യൂസസ് ഹാർഡ് ആൻഡ് കോഴ്സ് കോവ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അഫ്കോഴ്സ് എന്താണ് ഹയർ ഫാറ്റ് ഉണ്ടെങ്കിൽ നല്ല ബോഡിയും ടെക്സ്ചറും ഫ്ലേവർ ഒക്കെ ആയിരിക്കും. ലോ ഫാറ്റ് ആയതുകൊണ്ട് എന്താണ് ഹാർഡ് ആയിട്ടുള്ള കോഴ്സ് കോവ ആയിരിക്കും. അസിഡിറ്റി, ഫ്രഷ് സ്വീറ്റ് മിൽക്ക് ഗിവ്സ് ദ ബെസ്റ്റ് ക്വാളിറ്റി കോവ. അതായത് ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് മിൽക്ക് എപ്പോഴും ഒരു നല്ല കോവ കിട്ടും. അസിഡിക് ആയിട്ടുള്ളതാണ് എന്ത് കോഴ്സ് ടെക്സ്ചറും സോഫ്റ്റ് മെല്ലും ബെറ്റർ ടേസ്റ്റ് ഒക്കെ നൽകുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഗ്രാനുലർ ധനേതർ കോവ ഉണ്ടാക്കാൻ നമ്മൾ അസിഡിക് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എന്താണ് ഗ്രാനുലർ ടെക്സ്ചർ ഒക്കെയാണ് കിട്ടുന്നത്. ഇനി അഡിറ്റീവ്സ് ആൻഡ് അഡൾട്രൻസ്, നമ്മൾ എപ്പോഴും എന്താ ന്യൂട്രലൈസ്ഡ് മിൽക്ക് ഗിവ്സ് സോൾട്ടിഷ് ടേസ്റ്റ്, കൊളസ്ട്രോൾ കോസസ് ഡീപ് യെല്ലോ കളർ ആൻഡ് പാസ്റ്റ് ടെക്സ്ചർ. അതായത് ന്യൂട്രലൈസ് ചെയ്തുള്ള നമ്മൾ ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുന്ന സോൾട്ട് ഉപയോഗിച്ചിട്ട് ഓഫ് കോഴ്സ് സോൾട്ടിഷ് ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ കൊളസ്ട്രോൾ വെച്ച് കോവ ഉണ്ടാക്കുകയാണെങ്കിൽ ഡീപ് യെല്ലോ കളർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, അതേപോലെ പാസ്റ്റി ടെക്സ്ചർ ആയിരിക്കും. വാട്ടർ അഡൾട്രേഷൻ റെഡ്യൂസസ് ഈൽഡ് ആൻഡ് ഗീവ്സ് ബ്രൗൺ കളർ. വാട്ടർ അഡൾട്രേഷൻ ഒക്കെ ഈൽഡ് കുറയ്ക്കുന്നു, ഒരു ബ്രൗൺ കളർ നൽകുന്നു. സ്റ്റാർച്ച് ഒക്കെ ആഡ് ചെയ്ത് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് ആണെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള സ്റ്റിക്കി കോവയാണ് ഉണ്ടാകുന്നത്. അപ്പൊ 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സ്പീഷീസ് ഓഫ് മിൽക്ക്, ഫാറ്റ് കണ്ടന്റ്, അസിഡിറ്റി, അഡിറ്റീവ്സ് ആൻഡ് അഡൾട്രൻസ്. അതാണ് നമ്മളുടെ എന്ത് ക്വാളിറ്റി ഓഫ് മിൽക്ക് അനുസരിച്ച്. ഇനി പ്രോസസിംഗ് ഫാക്ടേഴ്സ്, സ്റ്റിറിംഗ് സ്പീഡ്. ഒപ്റ്റിമൽ സ്പീഡ് 100 RPM ഇൻ ട്രഡീഷണൽ മെത്തേഡ് പ്രിവെന്റ്സ് ബേണിംഗ് ആൻഡ് ഡെവലപ്പ് ഗുഡ് ബോഡി ആൻഡ് ടെക്സ്ചർ. ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ നല്ലപോലെ സ്റ്റിർ ചെയ്ത് സ്ക്രാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് 100 RPM ആണെങ്കിൽ നമുക്ക് കരിയുന്നതും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഒരു ഗുഡ് ബോഡി ടെക്സ്ചറും കിട്ടുന്നു. ലോ സ്പീഡ് കോസസ് ബേണിംഗ്, ഹൈ സ്പീഡ് മേക്സ് കോവ പാസ്റ്റിംഗ് സ്റ്റിക്കി. അപ്പോൾ വളരെ കുറവ് സ്പീഡ് ആണെങ്കിൽ അവിടെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. 100 RPM കൂടുതലാണെങ്കിൽ എന്താണ് ഒരു പാസ്റ്റി, വളരെ പാസ്റ്റി ആയിട്ടുള്ള കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു കോവയാണ് കിട്ടുന്നത്. 100 RPM മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഡെസിക്കേഷൻ ടെമ്പറേച്ചർ, മെയിൻറ്റെയിൻ മിൽക്ക് അറ്റ് ബോയിലിംഗ് അൻറ്റിൽ പേസ്റ്റേജ്, ദെൻ റെഡ്യൂസസ് ടു 88 degrees Celsius അൻറ്റിൽ പാഡ് ഫോർമേഷൻ. ഇത് കോൺസെൻട്രേഷന്റെ സമയത്ത് ബോയിലിംഗ് ടെമ്പറേച്ചറിൽ വെക്കാം. പക്ഷേ പാഡ് ഫോർമേഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 88 degrees Celsiusലേക്ക് അത് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ബേണിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എക്സസൈസ് ഹീറ്റിംഗ് കോസസ് ബ്രൗൺ കളർ, കുക്ഡ് ഫ്ലേവർ ആൻഡ് ഡ്രൈ ടെക്സ്ചർ. സ്ലോ ഹീറ്റിംഗ് ഗിവ്സ് സാൻഡി ടെക്സ്ചർ ആൻഡ് ബ്രൗൺ കളർ. എക്സസീവ് ആയിട്ടുള്ള ഹീറ്റിംഗ് വഴി എന്താണ് ബ്രൗൺ കളറും കുക്ഡ് ഫ്ലേവർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് നമുക്കറിയാം. സ്ലോ ഹീറ്റിംഗിൽ ഒരു എന്താണ് സാൻഡി ടെക്സ്ചറും ബ്രൗൺ കളറൊക്കെ ഉണ്ടാകും. ഹോമജനൈസേഷൻ, അതായത് ഫാറ്റ് ലീക്കേജ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ മിൽക്കിനെ ഹോമജനൈസ് ചെയ്തിട്ട് കോവ ഉണ്ടാക്കിയാൽ പ്രൊഡ്യൂസർ സോഫ്റ്റർ കോവ വിത്ത് ലെസ് ഫാറ്റ് ലീക്കേജ്, ലെസ് ബ്രൗണിങ് ആൻഡ് റെഡ്യൂസ്ഡ് ഫാറ്റ് ഫോർമേഷൻ. അറിയാലോ, യൂണിഫോം ആയിട്ടുള്ള ഫാറ്റ് കിട്ടും. അപ്പൊ കോവയിലുള്ള ഫാറ്റ് ലീക്കേജ് ഒക്കെ നമുക്ക് എന്താണ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ്, അതായത് 7 ഫാക്ടേഴ്സ് ആണ് കോവയുടെ ക്വാളിറ്റീനെ അഫക്ട് ചെയ്യുന്നത്. 2 ടൈപ്പാണ്, ക്വാളിറ്റി ഓഫ് മിൽക്കും പ്രോസസിംഗ് ഫാക്ടറും. ഓക്കെ. ഇനി ഓവർറൺ ഇൻ കോവ, ലാസ്റ്റ് സെക്ഷൻ ആണ്. കോവയില് ഓവർറൺ നമുക്ക് എങ്ങനെ പറയാം? ഓവർറൺ ഇസ് ദ എക്സസ് വെയിറ്റ് ഓഫ് കോവ ഓവർ ദ ടോട്ടൽ മിൽക്ക് സോളിഡ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്ത ടോട്ടൽ മിൽക്ക് സോളിഡ്സിനേക്കാളും എത്രമാത്രം എക്സസ് ആയിട്ട് നമുക്ക് കോവ കിട്ടിയിട്ടുണ്ട്, അതാണ് ഓവർറൺ.
അതായത് യൂഷ്വലി ഓവറോൾ ഒക്കെ കിട്ടുന്നത് കോവയിലുള്ള മോയിസ്ചർ കണ്ടന്റ് എത്ര റീറ്റെയിൻ ചെയ്തു അനുസരിച്ചിട്ടാണ്. അതായത് മോയിസ്ചർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ എന്താണ് ഹയർ ഓവർ ആയിരിക്കും. അതാണ് പറയുന്നത്. പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനൊരു ഫോർമുല ഉണ്ട്. പെർസെന്റേജ് ഓവർ ഈസ് ഈക്വൽ ടു കെ മൈനസ് ടി എസ് ബൈ ടി എസ് ഇൻറ്റു 100. കെ എന്താണ് നമ്മളുടെ കോവയുടെ വെയിറ്റ്, നമ്മളുടെ ടി എസ് എന്താണ് നമ്മൾ എടുത്ത ടോട്ടൽ സോളിഡ്സിന്റെ വെയിറ്റ്. അപ്പൊ നമ്മുടെ ടോട്ടൽ സോളിഡ്സിനെ വെയിറ്റ് ഓഫ് കോവിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡിവൈഡ് ബൈ ടോട്ടൽ സോളിഡ്സ് ഇൻറ്റു 100 ചെയ്താൽ ഓവർ റണ്ണിന്റെ പെർസെന്റേജ് കിട്ടും. അപ്പോ ഇതിനെ അഫക്ട് ചെയ്യുന്നത് നമ്മളെ നല്ല ഹൈ ടോട്ടൽ സോളിഡ്സ് ഉള്ള മിൽക്ക് എടുക്കുക, എസ്പെഷ്യലി ബഫലോ മിൽക്ക് നല്ലപോലെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഡീഹൈഡ്രേഷന്റെ ഡിഗ്രി ഒക്കെയാണ് നമ്മളുടെ ഓവർ റണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ മോർ മോയ്സ്ചർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഹയർ ഓവർ റൺ ആയിരിക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഓവർ റണ്ണിങ് കോവ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കോവ ആയിരുന്നു. ഏതൊക്കെയാണ്? 4 മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ട്രഡീഷണൽ മെത്തേഡ്, ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡ്, മെക്കനൈസ്ഡ് മെത്തേഡ്, മെംബ്രെയിൻ ടെക്നോളജി. ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡ് പറഞ്ഞു. മെക്കനൈസ്ഡ് പ്രോസസ്സിൽ 6 മെത്തേഡ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടിന്യൂസ് കോവ മേക്കിംഗ് മെഷീൻ, റോളർ യൂസ് ഓഫ് റോളർ ഡ്രയർ, യൂസ് ഓഫ് സ്ക്രാബ്ഡ് സർഫസ് കോണിക്കൽ വാറ്റ്, കോൺതം കോൺവാറ്റ് സിസ്റ്റം, തിൻ ഫിലിം സ്ക്രാബ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ഇൻക്ലൈൻഡ് സ്ക്രാബ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഓരോന്നിന്റെയും പ്രഷർ കണ്ടു. ഇനി മിൽക്കിൽ ഉണ്ടാകുന്ന ഫിസിക്കോ കെമിക്കൽ ചേഞ്ചസ്, നമ്മൾ കോവ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഡെവലപ്മെന്റ് ഓഫ് കുക്ഡ് ഫ്ലേവർ, കൊയാഗുലേഷൻ ഓഫ് കിസിൻ, ലാക്ടോസ് ചേഞ്ചസ്, ഫ്രീ ഫാറ്റ് ഫോർമേഷൻ, കളർ ഡെവലപ്മെന്റ്, ഇൻക്രീസ് ഇൻ അയൺ കണ്ടന്റ്. പിന്നെ കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും ഫിസിക്കൽ ക്വാളിറ്റി, ആ കോവയുടെ ഓൾമോസ്റ്റ് നമ്മുടെ സ്വീറ്റ്സിനൊക്കെ സൂട്ടബിൾ ആണ്, റിച്ച് ആൻഡ് നട്ടി സ്മെല്ലാണ്. പക്ഷെ ആ ബോഡിയിലും അപ്പിയറൻസിലും കളറിലാണ് അതിന് വ്യത്യാസം വരുന്നത്. പിന്നെ ഗുഡ് ക്വാളിറ്റി കോവയ്ക്ക് വേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ കോവയുടെ ഈൽഡിനെ എഫക്ട് ചെയ്യുന്ന 4 ഫാക്ടർ പറഞ്ഞു. പിന്നെ ബഫലോ മിൽക്ക് 4 കിലോഗ്രാമിൽ നിന്ന് 1 കിലോ കോവ ഉണ്ടാകുന്നു. 5 കിലോഗ്രാം കൗ മിൽക്കിനാണ് 1 കിലോഗ്രാം കോവ ഉണ്ടാകുന്നത്. പിന്നെ കോവയുടെ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു 7 ഫാക്ടർ. 2 ടൈപ്പാണ്: ക്വാളിറ്റി ഓഫ് മിൽക്ക് അനുസരിച്ച് സ്പീഷീസ് ഓഫ് അനിമൽ, ഫാറ്റ് കണ്ടന്റ്, അസിഡിറ്റി, അഡിറ്റീവ്സ് ആൻഡ് അഡൾട്രൻസ്. പ്രോസസിംഗ് ഫാക്ടർ ഡിക്കൻസ്റ്റിംഗ് സ്പീഡ്, ഡെസിക്കേഷൻ, ടെമ്പറേച്ചർ, ഹോമോജനൈസേഷൻ ഒക്കെ. പിന്നെ കോവയുടെ ഓവർ റൺ നമ്മൾ പറഞ്ഞു, അതിനൊരു ഇക്വേഷൻ പഠിച്ചു. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs നമുക്ക് നോക്കാം. ഓക്കെ, during traditional kava making, continuous scraping is mainly done to increase sweetness, prevent burning of milk solids, increase fat content, reduce acidity. ഇപ്പൊ ട്രഡീഷണൽ കോവ മേക്കിങ്ങിന്റെ സമയത്ത് എന്തിനാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓഫ് കോഴ്സ് പ്രിവെന്റ് ബേണിംഗ് ഓഫ് മിൽക്ക് സോളിഡ്സ് അല്ലെ. When the milk becomes very thick during traditional kava making, the heat is reduced to increase moisture content, prevent scorching, increase acidity, reduce fat. നമ്മൾ എന്താണ് ട്രഡീഷണൽ കോവ മേക്കിങ്ങിന്റെ സമയത്ത് മിൽക്ക് തിക്ക് ആയി കഴിഞ്ഞാൽ എന്തിനാണ് ഹീറ്റ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്? സ്ക്രോച്ചിങ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. The improved batch method uses a iron karahi, stainless steel double jacketed steam heated kettle, കോപ്പർ വെസൽ, അലുമിനിയം പാൻ. എന്താണ് ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡിൽ നമ്മൾ പഠിച്ചത്? സ്റ്റീം ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡബിൾ ജാക്കറ്റഡ് സ്റ്റീം ഹീറ്റഡ് കെറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, next, steam pressure used in the improved batch method is approximately A 1 kilogram per centimeter square, B 2 kilogram per centimeter square, C 4 kilogram per centimeter square, and 6 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. എത്രയാണ്? നമുക്കറിയാം 2 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ. 2 kilogram per centimeter square ആണ് ആൻസർ. The improved batch method produces about 1 kilogram of kava in 5 to 10 minutes, 15 to 20 minutes, 30 to 40 minutes, and D എത്രയാണ്? 60 minutes. എത്ര മിനിറ്റ് നമുക്ക് കോവ ഉണ്ടാക്കാം ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡിൽ? അതായത് നമുക്ക് എത്രയാണ് വരുന്നത്? 15 to 20 minutes. Which machine was the continuous kava making machine? Roller dryer, ISSHE, continuous kava making machine, TSSHE. ഈ ക്വസ്റ്റിന്റെ റെലവൻസ് ഇല്ല, കാരണം ആൻസർ നമ്മളുടെ ക്വസ്റ്റിനിൽ തന്നെയുണ്ട്, കണ്ടിന്യൂസ് കവ മേക്കിംഗ് മെഷീൻ അല്ലെ. In the first continuous kava making machine, the preheating cylinder operates at a steam pressure of 1 kilogram per centimeter square, 2 kilogram per centimeter square, 3 kilogram per centimeter, 4 kilogram per centimeter square. അപ്പോ എത്രയിലാണ് നമ്മളുടെ എന്താണ് പ്രീഹീറ്റിംഗ് സിലിണ്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? പ്രീഹീറ്റിംഗ് സിലിണ്ടറിന്റെ സ്റ്റീം പ്രഷർ എത്രയായിരുന്നു കണ്ടിന്യൂസ് കവ മേക്കിംഗ് മെഷീനിൽ? ഇറ്റ് ഈസ് 3 kilogram per centimeter square.
Okay, the rotary scraper in the preheating cylinder rotates at 40 rpm, 60 rpm, 120 rpm, 180 rpm. എത്രയിലാണ് നമ്മളുടെ റോട്ടറി സ്ക്രാപ്പർ പ്രീഹീറ്റിംഗ് സിലിണ്ടർ ഇൻ റോട്ടറി സ്ക്രാപ്പർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇംപ്രൂവ്ഡ് ബാച്ച് മെത്തേഡിലല്ലേ നമ്മൾ പറഞ്ഞത്? അത് എയ്ത്ത് വൺ എത്ര ആൻസർ നമുക്ക് വരുന്നത്? സി 120 RPM-ലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ ഫൈനൽ ടോട്ടൽ സോഡിയം കോവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് മെഷീനിലുള്ള ഫൈനൽ ടോട്ടൽ സോളിഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് 65 to 70% ആയിരുന്നു. ഓക്കെ. The one major advantage of the continuous cover making machine is high labor requirement, uniform product quality, batch to batch variation, smoky flavor. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി യൂണിഫോം പ്രൊഡക്റ്റ് ക്വാളിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. The raw material used in the roller dryer method is whole milk, cream, vacuum concentrated milk, skim milk. ഏതാണ് ആൻസർ? വാക്യൂം കോൺസെൻട്രേറ്റഡ് മിൽക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The characteristics cooked flavor of cover develops mainly during homogenization, preheating, cooling, packaging. കുക്ക്ഡ് ഫ്ലേവർ എവിടെ ഉണ്ടാകുന്നത്? ഹീറ്റിംഗ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുക്ക്ഡ് ഫ്ലേവർ ഉണ്ടാകുന്നത്. So answer is preheating. Option B. Which is the limitation of the roller dryer method? Uniform texture, high product loss during initial stage, higher yield, better grainy texture. എന്താണ് റോളർ ഡ്രയറിന്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഓഫ്കോഴ്സ് നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഹൈ പ്രൊഡക്റ്റ് ലോസ് ഉണ്ടാകും. ഇൻ ദ കോൺതം ഓർ കോൺവാബ് സിസ്റ്റം, മിൽക്ക് ഈസ് ഫസ്റ്റ് ഹീറ്റഡ് ഇൻ ദ കോൺവാബ്, റോളർ, കോൺതം, TSS-HB. കോൺതം ആൻഡ് കോൺവാബിൽ ഏതിനാണ് ആദ്യം മിൽക്ക് ഹീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം കോൺതമിലാണ്. കോൺവാബിലാണ് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻസർ ഈസ് സി. The Quantum Convex system was developed by NDDB, Alpha Level, Milma, NDRA. ആരാണ് ഏത് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്? ഇറ്റ് ഈസ് ആൻസർ ഈസ് ബി. എന്താണ്? ആൽഫ ലെവൽ. 15th ആൻസർ ഈസ് ബി. One limitation of the contact convex system is uniform grainy texture, sticky and passive product, high flavor development, lower processing capacity. അപ്പൊ 16th വണ്ണിന്റെ ആൻസർ എന്താണ്? ഒരു ലിമിറ്റേഷൻ ഉണ്ട് ക്വാണ്ടം ആൻഡ് കോൺവാബ്. നമ്മൾ പറഞ്ഞു സ്റ്റിക്കി ആൻഡ് പാസീവ് പ്രൊഡക്റ്റ് ആയിരിക്കും. 17th വൺ TSSE സ്റ്റാൻഡ് ഫോർ എന്താണ്? തിൻ ഫിലിം സ്ക്രാപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. നമുക്കറിയാം ആൻസർ. ISSE മീൻസ് മെയിൻലി യൂസ്ഡ് ഫോർ ബാച്ച് ബട്ടർ മേക്കിംഗ്, കണ്ടിന്യൂസ് കവർ മേക്കിംഗ്, ക്രീം സെപ്പറേഷൻ, പാസ്ചറൈസേഷൻ. അതായത് ഇൻക്ലൈൻഡ് സ്ക്രാപ്ഡ് സർഫസ് ഹീറ്റ് എക്സ്ചേഞ്ച് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് കവർ മേക്കിംഗ്. ആൻസർ ഈസ് ബി. Which of the following is an advantage of inclined scrapped surface heat exchanger? High operational losses, easy automation, requires more labor, open processing system. 19th വണ്ണിന്റെ ആൻസർ എന്താണ്? ഈസി ഓട്ടോമേഷൻ അല്ലെ? ഈസി ആയിട്ട് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ഏരിയസിലൊക്കെ യൂസ് ചെയ്യാം. അതാണ് അതിന്റെ എന്താണ് അഡ്വാൻറ്റേജ്. ആൻസർ ഈസ് ബി. Cooked flavor in kava is mainly due to lactose crystallization, denaturation of beta-lactoglobulin, fat oxidation, protein hydrolysis. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് കുക്ക്ഡ് ഫ്ലേവർ ഉണ്ടാകുന്നത്? ഡീനേച്ചറേഷൻ ഓഫ് വേ പ്രോട്ടീൻ. ഏത് വേ പ്രോട്ടീൻ? ബീറ്റ-ലാക്ടോഗ്ലോബുലിൻ. അതായത് ആൻസർ ഈസ് ബി. Brown color in kava develops mainly due to caramelization only, Maillard reaction, lipolysis, oxidation. എങ്ങനെയാണ് ബ്രൗൺ കളർ ഉണ്ടാകുന്നത്? മെലനോയിഡിൻ ഡെവലപ്പ് ചെയ്തിട്ട്. എങ്ങനെയാണ് മെലനോയിഡിൻ ഡെവലപ്പ് ആകുന്നത്? ഡ്യൂ ടു Maillard reaction. The answer is B. Free fat in kava increases because of homogenization, rupture of fat globule membrane, pasteurization, centrifugation. ഇപ്പൊ 22 ഫ്രീ ഫാറ്റ് എങ്ങനെ ഉണ്ടാകുന്നത്? ആൻസർ ഈസ് ബി. rupture of fat globule membrane. 23. Iron content increases in kava mainly because of added iron salt, contact with iron utensils, പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ. നമ്മൾ പറഞ്ഞ കരാഹിയൊക്കെ ഒരു അയൺ പാൻ ആണ്. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് വരുമ്പോഴാണ് എന്താ അയൺ കണ്ടന്റ് 100 RPM PPM മേലെ പോകുന്നത് പറഞ്ഞു. സോ ആൻസർ ഇസ് ബി. Buffalo Cova is characterized by sandy texture, smooth granular texture, C dry body, and D sour taste. Buffalo Cova'യുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് ബി. സ്മൂത്ത് ആയിട്ടുള്ള ഗ്രാനുലർ ടെക്സ്ചർ ആയിരിക്കും. A good quality cover should have fat leakage, air leakage, uniform fine granules, gritty texture. അപ്പൊ ഒരു ഗുഡ് ക്വാളിറ്റി കോവയ്ക്ക് ഫാറ്റ് ലീക്കേജ് പറ്റോ? ഇല്ല. എയർ ലീക്കേജ് പറ്റൂല. അപ്പൊ യൂണിഫോം ആയിട്ടുള്ള ഫൈൻ ഗ്രാനുൾസ് ആണ് വേണ്ടത്. ആൻസർ ഈസ് സി. 25th ആൻസർ സി ആണ്. The normal yield of kava from buffalo milk. Buffalo milk കോവയുടെ നോർമൽ yield എത്രയാണ്? 21 to 23% ആണ്. ആൻസർ ഈസ് സി. Which factor increases the yield of kava? Low moisture, higher moisture content, higher handling losses, excess dehydration. അപ്പൊ കോവയുടെ yield കൂട്ടണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഹയർ മോയിസ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിലാണ് കോവയുടെ yield കൂടുക. അപ്പൊ ആൻസർ ഈസ് ബി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. 28th question. Minimum fat required in buffalo milk for good quality kava. എത്ര ശതമാനം ഫാറ്റ് ആണ് മിനിമം വേണ്ടത് ഒരു ഗുഡ് ക്വാളിറ്റി കവ കിട്ടാൻ? 3%, 4%, 5%, 5.5%. നമ്മൾ പറഞ്ഞ ആൻസർ 3 28 5.5% ഫാറ്റ് വേണം.
Fresh sweet milk is preferred because it produces sour kava, best quality kava, sticky kava, brown kava. ഇപ്പൊ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രഷ് മിൽക്ക് ഫ്രഷ് സ്വീറ്റ് മിൽക്ക് നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്നത്? ഓഫ് കോഴ്സ് ദ ആൻസർ ഈസ് പ്രൊഡക്ഷൻ ഓഫ് ബെസ്റ്റ് ക്വാളിറ്റി കവ. Overall in kava mainly depends on moisture retain, color, protein denaturation, iron content. അപ്പൊ കോവയിലുള്ള ഓവറോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത് മോയ്സ്ചർ റിട്ടേൺ. എത്ര മോയ്സ്ചർ റിട്ടേൺ ചെയ്യുന്നതിന് അതിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻസർ ഈസ് ബി. സോറി, ആൻസർ ഈസ് എ ആണ്. അപ്പൊ ആൻസർ കി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ഓൾ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ കോവയുടെ ഷെൽഫ് ലൈഫ്, പാക്കേജിങ്, ഡിഫക്ട്സും കൂടെ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കോവയുടെ സെക്ഷൻ കഴിയും. പിന്നെ നമ്മൾ കോവയുടെ സ്വീറ്റ്സ് ആയിട്ടുള്ള പേട, ഗുലാബ് ജാമിന്റെ മാനുഫാക്ചറിങ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.